യിരെമ്യാവിൻ്റെ പുസ്തകം 32:40-41 വായിക്കാം. ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. വിട്ടുപിരിയാത്ത ദൈവം, അവൻ നമ്മെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവനെ വിട്ടുപിരിയാതെ അവരെ കൂടെ ഇരുന്ന് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഇത് അവരോടുള്ള എൻ്റെ ശാശ്വത നിയമമാണ്. ഇത് എത്ര പേർക്ക് പറയാൻ സാധിക്കും? എന്നോടുള്ള ദൂതാണെന്ന് എത്ര പേർക്കത് പറയാൻ സാധിക്കും? ഇത് എന്നോടുള്ള ദൂതാണ്. ഒരു വചനം കേൾക്കുമ്പോൾ ചാടി പിടിച്ചിട്ട് പറയുന്നത് എന്നോടുള്ള ദൂതാണ്, ഇത് എനിക്കുള്ള ദൂതാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിച്ചേർന്നിരിക്കും. അവൻ ഒരിക്കലും എന്നെ വിട്ടു പിരിയാതെ, ദൈവം വിട്ടു പിരിയാതെ, കർത്താവ് വിട്ടു പിരിയാതെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുകയും അവൻ വിട്ടുപിരിയാതെ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു ദിവസം ഒരു നന്മയല്ല, ജീവിതകാലം മുഴുവനും ഒരിക്കലും നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ കൂടെ ഇരുന്ന് അവൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ശാശ്വതമായ നിയമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലത്തെ ഒരു വചനം, ഇതാണ് ദൈവവചനം. ചില വചനങ്ങളൊക്കെ നമുക്ക് തേനിനെ പോലെ മധുരമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം തേനിനെ പോലെയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നതും നമ്മുടെ പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അതിനകത്തിന് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1, ശാശ്വതമായൊരു ദൈവം. എന്താണ് ശാശ്വതമായ ദൈവം? 2, നമ്മോട് കൂടെ ദൈവം ഇരിക്കും. 3, പറ്റിച്ചേർന്നിരിക്കും. പിന്നെ വിട്ടു പിരിയാതിരിക്കും. പിന്നെ നന്മ ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു വലിയ ഒരു വാഗ്ദത്തമാണ്. ഇത് നിങ്ങളോട് കർത്താവിൻ്റെ പ്രഭാതത്തിൽ എന്നോട് പറഞ്ഞൊരു ദൂതാണ്. നമ്മുടെ സഭയിൽ വരുന്ന ഓരോ വ്യക്തികളോടും ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും, വിട്ടുപിരിയാതിരിക്കും. ഇത് നിങ്ങളോടുള്ള ഒരു ശാശ്വത നിയമമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. യിരെമ്യാവിൻ്റെ പുസ്തകം 29:11 വായിച്ചാട്ടെ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. എല്ലായ്പ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് പ്രത്യാശിക്കുന്നത് നമുക്ക് നല്ലൊരു ഭാവി വരണം, നമ്മുടെ തലമുറകൾക്ക് നല്ലൊരു ഭാവി വരണം. അത് നമ്മൾ ദോഷികളായ പിതാക്കന്മാരാണെങ്കിൽ നമ്മുടെ ദൈവം അവൻ സ്വർഗസ്ഥനായ പിതാവ് ഏറ്റവും നല്ലത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമുക്കൊരു ശുഭഭാവി വരണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി. അത് വായിച്ച്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് ആരറിയുന്നു? നിങ്ങളല്ല അറിയുന്നത്. ആരറിയുന്നത്? ദൈവത്തിന് നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ് നല്ല ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ വളരെ ഡീഗ്രേഡ് ചെയ്ത് കാണുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധൻ പറഞ്ഞു, നിന്നെക്കുറിച്ച് നീ ഡീഗ്രേഡ് ചെയ്ത് ചിന്തിക്കരുത്. അതിനു പകരം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ കൊടുത്താൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ശുഭമായൊരു ഭാവിയെ ഒരുക്കി ദൈവം നിങ്ങളെ മാനിക്കാൻ ശക്തനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായൊരു ശുഭഭാവി ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ജനത്തിനോട് ദൈവാത്മാ പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഏറ്റവും മനോഹരമായ ഒരു ശുഭഭാവിയെ ദൈവം നിങ്ങൾക്കായി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ ജീസസ്. ആ ശുഭഭാവി വേണമെന്നുള്ളവർ കർത്താവിന്റെ സന്നിധിയിൽ ആദ്യം വായിച്ച വചനവും ഈ വചനവും ഒരുമിച്ച് ചേർത്ത് നമ്മോട് ചേർന്നിരിക്കുന്നവൻ, നമ്മോട് കൂടെ നടക്കുന്നവൻ, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവൻ, നമ്മളോട് ശാശ്വത നിയമം ചെയ്യുന്നവൻ, നന്മ മാത്രം നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, നിങ്ങൾക്കൊരു ശുഭഭാവി വരുവാൻ
നിന്റെ ജീവിതത്തിൽ നോക്കി ആത്മാ വിളിച്ചു പറയുന്നു, നിന്റെ ലൈഫിൽ നീ ചിന്തിക്കാത്തൊരു ശുഭഭാവി അതിന്റെ തീരത്ത് നീ വന്ന് നിൽക്കുകയാണ്. അത് വളരെ വേഗത്തിൽ നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോകുന്നു. ഒരു വലിയ ശുഭഭാവി നിനക്കും നിന്റെ തലമുറയ്ക്കും നിനക്ക് ഒരു ശുഭഭാവി ദൈവം ഒരുക്കി തന്ന ദൈവം അത് മാനിക്കാൻ പോവുകയാണ്. നിന്റെ കൂടെ ഞാൻ ചേർന്നിരിക്കും, നിന്റെ കൂടെ ഞാൻ ചേർന്ന് നടക്കും. നീ ചിന്തിക്കുന്നതിനും അപ്പുറമായി ദൈവം ഇന്ന് പകർന്നാൽ നിന്റെ തലമുറ നിനക്ക് ഒരു ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയെ, ശോഭനമായ വഴികളെ, വാതിലുകളെ, ഡോറുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകർന്നാലും ദൈവജനത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഭാവി തീർന്നെന്ന് നീ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയും, നിനക്ക് വേണ്ടി ശോഭനമായൊരു ഭാവിയെ ദൈവം ഒരുക്കാൻ പോകുന്നു. ദൈവം നിന്റെ കൂടെ ചേർന്ന് നടക്കും, ഇരിക്കും, ഒരു കാലത്ത് നിന്നെ വിട്ടുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കൂടെ ഇരുന്ന, നിന്റെ കൂടെ നടന്ന ആ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുമാറാതെ നിനക്ക് ഞാൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. നീ അവിശ്വസ്തനായാലും ഞാൻ നിനക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ നിനക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും. നിന്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ തല ഉയരും. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞാൽ ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിട്ടുമാറത്തില്ല, ദൈവം നിന്നെ വിട്ടുമാറുകയില്ല. നീ വിട്ടുമാറിയാലും, നീ എത്ര ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറി നടന്നാലും നിന്നെ വിട്ടുമാറാത്തൊരു ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അഭിഷിക്തനായ പത്രോസ് കർത്താവിനെ വിട്ടുമാറി. ഹല്ലേലൂയ. തൻ്റെ കൂടെ നടന്ന, യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ വാക്കിൻ്റെ മുമ്പിൽ തന്നെ എന്ത് ചെയ്തു? കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് ചെറിയ ചില പിണക്കങ്ങൾ, ചെറിയ ചില വിഷയങ്ങൾ വന്നപ്പോൾ കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് താനും വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അതല്ല ചെയ്തത്. തൻ്റെ മകൻ്റെ പുറകേ കർത്താവ് വന്നു. പത്രോസിനോട് കർത്താവിന് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. പത്രോസ് ഒരു ചെറിയ ചൂണ്ടയുമായിട്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഇനി എൻ്റെ കർത്താവിനെ സ്നേഹിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്തൊരു മാതൃക ഇന്ന് നമുക്കെല്ലാം കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര വിട്ടുമാറിയാലും വിട്ടുപോയാലും നിന്നെ വിട്ടുപിരിയാത്ത ഒരു ബന്ധുവായി, നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാത്തവനായി, ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല, പിശാചിന് വിട്ടുകൊടുക്കത്തില്ല, ദാരിദ്ര്യത്തിന് വിട്ടുകൊടുക്കത്തില്ല. നിന്നെ വിളിച്ച് വേർതിരിച്ചത് ലോകത്തിന് വിട്ടുകൊടുക്കാനല്ല, പിശാചിന് വിട്ടുകൊടുക്കാനല്ല, മനുഷ്യന് വിട്ടുകൊടുക്കാനല്ല, ദാരിദ്ര്യത്തിന് വിട്ടുകൊടുക്കാനല്ല. എന്റെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. പത്രോസ് കർത്താവിനെ അറിയാതിരുന്നപ്പോൾ കർത്താവ് പിന്നെ പത്രോസിനെ തേടി വന്നു. ഹല്ലേലൂയ. അതൊരു ഇതുപോലൊരു പടകിനകത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എന്ത് ചെയ്തു? തേടി വരുന്ന ദൈവം, അന്വേഷിച്ച് വരുന്ന ദൈവം, വിളിയുള്ളവനെ ദൈവം ഏത് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നാലും തേടി വരും. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ എവിടെ ചെന്ന് ഒളിച്ചു കിടന്നാലും അവിടെയൊക്കെ സ്വർഗത്തിലെ ദൈവം നിന്നെ തേടി വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ എവിടെ ഒതുങ്ങിയാലും, നിന്നെ ആര് ഒതുക്കിക്കളഞ്ഞാലും ദൈവം പറയുകയാണ്, വിളിയുണ്ടോ, തിരഞ്ഞെടുപ്പുണ്ടോ, നീ എവിടെ പോയാലും നിന്നെ തേടി വരുന്ന ദൈവം. ഹല്ലേലൂയ. പത്രോസിനെ തേടി പത്രോസിന്റെ പടകം ആ മീൻ പിടിക്കുന്ന സ്ഥലത്ത് കർത്താവ് വരിക. ഹല്ലേലൂയ. പത്രോസ് ഒരിക്കലും കർത്താവിനെ തേടി പോയിട്ടില്ല.
പത്രോസിന്റെ സ്വപ്നത്തെ പോലും കർത്താവില്ലായിരുന്നു. പക്ഷേ സ്വപ്നം കാണാൻ സാധിക്കാത്ത വലിയൊരു വിളിയും വലിയൊരു ഗിഫ്റ്റുമായി വെറും ഒരു മീൻപിടുത്തക്കാരനായി ഒതുങ്ങിപ്പോകേണ്ട സ്ഥലത്ത് ദൈവം ഒരു അപ്പോസ്തലനായി മനുഷ്യനെ പിടിക്കുന്നവനാക്കി. ഹല്ലേലൂയ! ഒരു വലിയ ഗിഫ്റ്റുമായിട്ട് ദൈവം വരികയാണ്. ഹല്ലേലൂയ ജീസസ്. ഇന്ന് നിന്റെ ജീവിതം ഒരു ചെറിയ ഒരു ഭൗതികമായും ആത്മീയമായും നോക്കുമ്പോൾ ഏതോ ഒരു തീരത്ത് ഒരു ചെറിയ കുടില് കെട്ടിയ ഒരു അനുഭവത്തിൽ നീ കിടക്കുന്നവനായിരിക്കാം. എന്നാൽ എൻ്റെ ദൈവം പറയുകയാണ്, എൻ്റെ കർത്താവുമായിട്ട് നീ ഒരു കൂട്ടിമുട്ടലിന് തയ്യാറാണോ? ദൈവവുമായിട്ട് ആരെങ്കിലും കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തീപ്പൊരി ഉണ്ടായിട്ടുണ്ട്. ഏത് കുടിലിൽ കിടക്കുന്നവനെയും കൊട്ടാരത്തിനകത്ത് കയറ്റാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് പകൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിളിയുള്ളവന്, വേർതിരിക്കപ്പെട്ടവനെ ദൈവം തേടി വന്ന, ദൈവം നിന്നെ തേടി വന്ന, നീ ആകുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തേക്ക് വലിച്ചെടുത്ത്. അപ്പൊ പത്രോസ് പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ നിന്റെ ലൈഫിൽ ഈ ഒരാഴ്ചക്കകത്ത് നടക്കാൻ പോകും. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, വേഗത്തിൽ ഒരാഴ്ചക്കകത്ത് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഒരു 1 വീക്കിനകത്ത് ദൈവം നിന്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ നിന്റെ കരങ്ങളിൽ ദൈവം തരാൻ പോവുകയാണ്. അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു. ദൈവവുമായിട്ടൊരു ബന്ധത്തിന് വന്നാൽ ദൈവരാജ്യത്തിനകത്ത് കയറും. ഒരിക്കലും ഈ പൈശാചിക ലോകത്ത് നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും കർത്താവ് ആദ്യം ഒരു വ്യക്തിയെ വിളിച്ചാൽ ആദ്യം പൊട്ടിക്കുന്ന ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന് ദുരാത്മാവാണ്. നീ കാണേണ്ട രീതിയിൽ ദൈവമായിട്ടൊരു ബന്ധം നിനക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ പടകിൽ യേശു കയറി എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് വരെ കഴിഞ്ഞ നാൾ വരെ നിന്റെ പടക് ശൂന്യമായിരുന്നെങ്കിൽ യേശു കയറിയ പടക്, യേശു കയറുന്ന പടക് അത് നിറയുന്ന പടകായി മാറും. അവിടെ പിന്നെ ശൂന്യതയില്ല. ഹല്ലേലൂയ! അതുവരെ കേറാത്ത മീനെല്ലാം നിന്റെ പടകിൽ കയറും. നീ എത്ര അധ്വാനിച്ചാലും, എത്ര നിനക്ക് പിടിബലമുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര എക്സ്പീരിയൻസ് നിനക്കുണ്ടെങ്കിലും, എത്ര വർഷത്തെ പ്രാഗൽഭ്യമുണ്ടെങ്കിലും, ഒരു ഈച്ച പോലും നിനക്ക് നിന്റെ പടകിൽ കയറണമെന്നില്ല. പക്ഷേ കർത്താവ് അകത്ത് കയറിയാൽ ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ ക്വാളിറ്റി കൊണ്ടല്ല, ദൈവം കയറിയത് കൊണ്ട് ഏത് ശൂന്യതയും, ഏത് ഇല്ലായ്മയും, ഏത് ദാരിദ്ര്യവും ഒരു നിമിഷം കൊണ്ട് മാറ്റിയിട്ട് ഹല്ലേലൂയ വർദ്ധിച്ച് പെരുകി ഒരു പടക് ആഗ്രഹിച്ച നിനക്ക് 2 പടക് നിറച്ച് തരുന്ന ഒരു ദൈവം. Praise the Lord. സ്തോത്രം. ഹല്ലേലൂയ. മീന് കണ്ട് നിറഞ്ഞു. അത് എന്താ, ഒരു പടകം കൊണ്ട് പോയ ആളല്ലേ? ഒരു പടകം കൊണ്ടുപോയ ആളിപ്പോൾ വേറൊരു കൂട്ടുകാരൻ്റെ പടകം ഒക്കെ എടുത്തെങ്കിൽ അതാണ് കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്. അതാണ് നീ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറമായ സംഭവങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നിന്റെ കരങ്ങളിലോട്ട് വെച്ചു തരുന്ന ചെറിയ കാര്യങ്ങൾ കർത്താവ് പറയുന്നു. ഈ വർഷം 2023 ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്നവരെ ആത്മാവ് പറയുകയാണ്, നീ കാണാൻ പോകുന്നത് നീ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു യോഗ്യതകളും നിനക്കില്ലാതിരിക്കുമ്പോൾ എന്റെ ദൈവം നിനക്ക് വലിയ ചില ഗിഫ്റ്റുകളെ തരാൻ പോകുക. നിനക്ക് 5 ലക്ഷം രൂപയായിരിക്കാം ആഗ്രഹിക്കും. നീ ഒരു 5 ലക്ഷം രൂപ കിട്ടിയിരുന്ന എൻ്റെ ബാധ്യതയെല്ലാം തീരും. പക്ഷെ കർത്താവ് പറയുന്നു, ചിലപ്പോൾ 5 കോടി നിന്റെ കയ്യിൽ വരാൻ. നീ ചോദിക്കുന്നത് 5 ലക്ഷമാണെങ്കിൽ ഇന്ന് ദൈവാത്മാ പറയുകയാണ് ചില 5 കോടികളെ തരാൻ. നീ ചോദിക്കുന്ന 5 കോടിയാണെങ്കിൽ അത് 50 കോടി തരാൻ. നീ ചോദിക്കുന്നത് 50 കോടിയാണെങ്കിൽ അത് 5000 കോടി തരാൻ ദൈവം ശക്തനാണ്. നീ നിനക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഇരട്ടിയായി എന്റെ ദൈവം നിന്നെ ഓണർ ചെയ്യാൻ പോകുന്നു.
ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ, ദൈവമായിട്ടുള്ള കർത്താവ് അടുത്ത് വന്നാൽ നിന്നെ വിട്ടുപിരിയാത്ത ഒരു കൂട്ടായ്മ ബന്ധം, യേശുവുമായിട്ട് കൂട്ടായ്മ ബന്ധത്തിനകത്താണോ നിങ്ങൾ? അങ്ങനെയുള്ളവരാരും ഒരിക്കലും നശിച്ചു പോകുന്നത് ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. നമ്മളുടെ കൂട്ടായ്മ ബന്ധം ആരുമായിട്ടാണ്? അത് ദൈവവുമായിട്ടാണെങ്കിൽ നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും, അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ശൂന്യതകൾ മാറിക്കൊണ്ടിരിക്കും, നിറവുണ്ടായിക്കൊണ്ടിരിക്കും, വർധന ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ കൂട്ടായ്മകൾ മനുഷ്യരുമായിട്ടാണോ ദൈവവുമായിട്ടാണോ? മനുഷ്യരുമായി ബന്ധപ്പെട്ടാൽ ആ ശാപം നമ്മുടെ മേൽ കയറും. എന്നാൽ ദൈവവുമായി ബന്ധപ്പെട്ടാൽ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കും, ദാരിദ്ര്യങ്ങൾ വിട്ടുമാറാനിടയാണ്. ഹല്ലേലൂയ. അതാണ് പത്രോസിന്റെ ലൈഫിലെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ആരംഭത്തിൽ സംഭവിച്ച ശൂന്യമായ പടകുമായി ഒരു രാത്രി മുഴുവനും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു പൊടിമുയിന് പോലും കിട്ടാതെ നിരാശയും ഭാരവും ആയിട്ട് പിറുപിറുത്തുകൊണ്ട് തന്നെ നോക്കി ശപിച്ചുകൊണ്ട് താനൊരു ശാപമാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനെ കർത്താവുമായിട്ടൊരു കൂട്ടിമുട്ടലുണ്ടായി. ഹല്ലേലൂയ. ആ നിമിഷം മുതൽ കർത്താവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി പത്രോസ്. ഹല്ലേലൂയ. ആ പത്രോസിന് മനസ്സിലായി, ഈ ലോകത്തിൽ പലരെയും ഞാൻ ഫോളോ ചെയ്തു, പലരുമായി കൂട്ടായ്മ ബന്ധത്തിൽ എനിക്കുണ്ടായിരുന്നു, പക്ഷെ അവിടെയെല്ലാം എനിക്ക് പരാജയങ്ങളാണ് ഉണ്ടായത്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എൻ്റെ 2 പടകിന് നിറച്ച ഈ കർത്താവിനെ ഞാൻ ഫോളോ ചെയ്താൽ എൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന വെളിപ്പാട് പത്രോസിനകത്തുണ്ടായതുപോലെ ഇന്ന് പകൽ എനിക്കും നിനക്കൊരു വെളിപ്പാടുണ്ടാകണം. ഭൂമിയിലെ ഒരു ബന്ധങ്ങളും നമുക്കൊരു നന്മ ഉണ്ടാകത്തില്ല, എന്നാൽ ബന്ധമുണ്ടാകേണ്ടത് ജീവനുള്ള ദൈവവുമായിട്ടാണ്. ആ ബന്ധത്തിലൂടെ നിന്റെ പടക് നിറയും, നിന്റെ ലൈഫിലെ പ്രതികൂലങ്ങൾ മാറും, നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവന്റെ മഹത്വത്തിനൊത്തവണ്ണം ആ ദൈവം തീർത്തു തരും. ഹല്ലേലൂയ. അതാണ് ആ പത്രോസിന്റെ ലൈഫിൽ സംഭവിച്ചത്. അന്ന് മുതൽ കർത്താവിന്റെ പുറകെ നടക്കാൻ തുടങ്ങി. കർത്താവിനെ നോക്കി പറഞ്ഞു, അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പാട് പറഞ്ഞു. കർത്താവിന് സന്തോഷമായി. പത്രോസിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ അല്ല ഇത് പറഞ്ഞത്, ജഡരക്തങ്ങളല്ല. ഹല്ലേലൂയ. നിന്റെ കൂടെ നടക്കുന്ന പലർക്കും കിട്ടാത്തൊരു വെളിപ്പാട് നിനക്ക് കിട്ടും. ഹല്ലേലൂയ. പലരും, നീ മറ്റുള്ളവരെ നോക്കണ്ട, അടുത്തിരിക്കുന്ന ആരെ നോക്കണ്ട, നിനക്കൊരു വെളിപ്പാട് ആവശ്യമാണ്. ഒരു പൊട്ടനെ പോലെ നീ കർത്താവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വെളിപ്പാടുകളും മറ്റുള്ളവരുടെ ഹല്ലേലൂയ അറിവുകളുമല്ല നിന്നെ ഉയർത്തുന്നത്. നിനക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം വരുമ്പോൾ ആരും പറയാത്ത വെളിപ്പാട് നീ പറയും. ആർക്കും കിട്ടാത്ത ചില റെവലേഷനുകളും വചന വെളിപ്പാടുകളും ആർക്കും മനസ്സിലാകാത്തത് നിനക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഇത്രയും പേരുണ്ടായിട്ട് പത്രോസിന് മാത്രം എന്താണ് ഈ മൊത്തം സുവിശേഷം നോക്കുമ്പോൾ പത്രോസ് മാത്രം ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒന്ന്, പത്രോസ് എന്ത് ചെയ്തു? യേശുക്രിസ്തു ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇരമ്യാവ് പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് മാത്രം ഒരു കാര്യം പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. എന്താണ് അതിന് കാരണം? ആ പത്രോസിൻ്റെ വെറുതെ ഉള്ള നടപ്പല്ല. പത്രോസ് ഒരു യേശു ക്രിസ്തുവിനെ അത്രയ്ക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. തൻ്റെ കണ്ണുകൾ എപ്പോഴും യേശുവിലാണ്. ഹല്ലേലൂയ. കാരണം ആ യേശു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിൻ്റെ അമ്മാവി അമ്മയുടെ വീട്ടിൽ ഒരു ദിവസം യേശു ക്രിസ്തു അപ്രതീക്ഷിതമായി കയറി വന്നപ്പോൾ അമ്മാവി അമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ അമ്മായി അമ്മ ദാ പനി പിടിച്ച് കിടക്കുന്നു. ഉടനെ കർത്താവ് കൈവച്ചില്ല, ശാസിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഒന്ന് നോക്കിയത് ആ പത്രോസ് അതുപോലെ അഡോപ്റ്റ് ചെയ്ത് ഞെടുത്തു. ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പത്രോസ് അത് ചെയ്യുന്നത് കാണാം. ഒന്ന് നോക്കിയപ്പോൾ 40 വർഷം മുടന്തനായിരുന്നവൻ, പള്ളിയുടെ വെളിയിലിരുന്നവനെ, ആലയത്തിന് പുറത്തിരുന്നവനെ ഒറ്റ നോട്ടത്തിൽ അകത്ത് കയറ്റിയ പത്രോസ്. കാരണം തൻ്റെ അപ്പൻ ചെയ്യുന്നത് പോലെ തന്നെ മകനും അത് ചെയ്യുകയാണ്. ഇന്ന് പകല് നമ്മുടെ മാതൃക യേശുവാണ്. നമ്മൾ നോക്കേണ്ടത് യേശുവിനെയാണ്. ആ കർത്താവിനെ നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ആ പത്രോസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവരെല്ലാം പടകിനകത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തടാകത്തിൻ്റെ മുകളിലൂടെ യേശു നടന്നു വരുന്നു. 12 പേരും അതാ ഭൂതമാണെന്ന് അലറി വിളിക്കുമ്പോൾ പത്രോസ് മാത്രം പറയാണ്, അത് ഭൂതമല്ല, അത് കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റു പലരും പേടിച്ച് ഭയന്ന ഭീരുക്കളെ പോലെ പടകിനകത്തിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നത് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പത്രോസിനോട് മാത്രം കർത്താവ് പറയുകയാണ്, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇറങ്ങി വാ. ഹല്ലേലൂയ. നീ മുങ്ങിച്ചാകാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം നിന്നെ വിളിച്ച് ഇറക്കിയിട്ടുണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, ഏത് പ്രതിസന്ധിയിലും നിന്നെ മുങ്ങിച്ചാകാൻ വിടുന്നവനല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഇറങ്ങി വന്നിട്ട് നീ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് പറഞ്ഞ പലരും ഇതിനകത്തിരിക്കുന്നവർ പ്രതികൂലത്തിന്റെ നടുവിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നീ ദൈവ സാന്നിധ്യത്തിനകത്ത് കയറിയാൽ നീ മുങ്ങിപ്പോകത്തില്ല. എന്റെ ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ പോയ 12 പേരിൽ ഒരാൾ വ്യത്യസ്തം. 11 പേരും അകത്തിരുന്നപ്പോൾ ഒരാൾ മാത്രം ചാടി വെളിയിറങ്ങി. അത് വെള്ളമാണ്, മുങ്ങിപ്പോകും. മാനുഷികമായി നോക്കുമ്പോൾ ഒരിക്കലും വിശ്വാസം വരാത്ത ഒരു പ്രതലമാണത്, ഉറപ്പില്ലാത്ത സ്ഥലം. പക്ഷേ പത്രോസ് എന്ന നീ വിശ്വാസത്താൽ ഒരു ചുവട് കാലെടുത്ത് വെച്ചാൽ ആ വെള്ളം മാറി അവിടെ കോൺക്രീറ്റ് ആക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. നീ ചെയ്യേണ്ടത്, നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നിന്റെ മുമ്പിലുള്ള വെള്ളത്തിൽ നീ മുങ്ങിപ്പോകത്തില്ല. നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ, ആ ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങിയവനാണെങ്കിൽ നിന്റെ മുമ്പിലുള്ള തീക്കകത്ത് നീ വെന്തു പോകത്തില്ല. നീ വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല. നിന്റെ മുമ്പിൽ ഇപ്പോൾ നിലയില്ല കയമാണെങ്കിൽ ദൈവം പറയുന്നു, നിന്നെ മുങ്ങിച്ചാകാനല്ല ദൈവം വിളിച്ചത്. എന്റെ ദൈവത്തിന്റെ കരം നിന്നെ പിടിക്കാൻ പോകും. നീ ചെയ്യേണ്ടത് വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വയ്ക്കുക. അടുത്തിരി കരയോട് വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ ഒന്നും വേണ്ട, നീ സ്റ്റെപ്പ് വെച്ചാൽ മതി. നീ ചാടി ഇറങ്ങണം. ഹല്ലേലൂയ. നീ ഇറങ്ങ, നിന്റെ കൂടെ സ്വർഗം ഇറങ്ങും. നീ ഇറങ്ങിയാൽ സ്വർഗം നിന്റെ കൂടെ ചലിക്കും. നീ എഴുന്നേറ്റാൽ സ്വർഗം നിന്റെ കൂടെ വരും. നീ ഹല്ലേലൂയ, നീ ഒറ്റയ്ക്കല്ല. നിന്റെ നോട്ടം ക്രിസ്തുവിനാണോ? നിന്റെ പോക്കറ്റിൽ നീ നോക്കരുത്. നിന്റെ കഴിവിൽ നീ ആശ്രയിക്കരുത്. വെള്ളത്തിൽ ഇറങ്ങിയ പത്രോസിന് നീന്തൽ അറിയാം, പക്ഷെ പത്രോസ് നീന്തൽ വിദഗ്ധനെന്ന് അഭിമാനിച്ചില്ല. എനിക്ക് നീന്താൻ അറിയാം, ഒരുപക്ഷെ ചാടി ഇറങ്ങിയാലും ഞാൻ മുങ്ങി ചാകത്തില്ല, ഞാൻ മുങ്ങാൻ കുഴിയിട്ട് വരുമെന്നൊന്നും അല്ല പത്രോസ് ചിന്തിച്ചത്. പത്രോസ് നോക്കിയത് കർത്താവില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മുങ്ങിച്ചാകാൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കരുത്, മനുഷ്യന്റെ വാക്കുകൾ നീ കേട്ടു പോകരുത്. അങ്ങനെ ഉള്ളവരെല്ലാം മുങ്ങിച്ചാകും. ഇറങ്ങി തിരിച്ച് നടന്നപ്പോഴൊന്നും പത്രോസ് മുങ്ങിയില്ല. പക്ഷേ കുറച്ച് നടന്നപ്പോൾ ആ കടലിനെ നോക്കി, കാറ്റിനെ നോക്കി, സാഹചര്യം നോക്കിയപ്പോൾ മുങ്ങാൻ തുടങ്ങി. ആരെങ്കിലും യേശുവിന്റെ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നീ മുങ്ങാൻ കാരണം നീ സാഹചര്യങ്ങളെ നോക്കുന്നത് കൊണ്ടാണ്, മനുഷ്യരെ നോക്കുന്നത് കൊണ്ടാണ്. മനുഷ്യനെ നോക്കുന്നവനും സാഹചര്യങ്ങൾ നോക്കുന്നവനും മുങ്ങിപ്പോവും. പത്രോസ് ഇറങ്ങിയപ്പോൾ പത്രോസിനൊരു വിഷയമില്ലായിരുന്നു. കർത്താവിൻ്റെ കണ്ണുകളിലോട്ട് നോക്കി, കർത്താവ് വാ മോനെ ഞാനുണ്ടടാ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആ ഒരു ധൈര്യത്തിലായിരുന്നു. ഒരു നമ്മളെന്ത് ചെയ്യും, നമ്മൾ കുഞ്ഞുനാളിൽ അങ്ങനെ എടുത്തെറിയരുത്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ പൊക്കി അങ്ങോട്ട് ഇട്ടിട്ട് ആ കൊച്ച് പക്ഷേ പേടിക്കുമോ? അപ്പൻ വലിച്ചെറിഞ്ഞാൽ പേടിക്കുമോ? വേറെ ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ കൊച്ച് കരഞ്ഞ് നിലവിളിച്ച് ആകെ വിഷയമാക്കും. പക്ഷേ അപ്പനും അമ്മയും കുഞ്ഞിനെ എടുത്ത് മുകളിലോട്ട് എറിയുമ്പോൾ ആ കുഞ്ഞ് പൊട്ടി ചിരിക്കും. കാരണം കുഞ്ഞിനൊരു വലിയ വിശ്വാസമുണ്ട്, എന്നെ തറയിൽ വീഴ്ത്തുന്നവനല്ല എൻ്റെ അപ്പൻ, എന്നെ വാരി പിടിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് പകല് ഞാനും നീയും ചാടി ഇറങ്ങിയാൽ എന്തിലെങ്കിലും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്താൽ ചാടി ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ ആ കർത്താവ് പറയും, മോനെ ഞാൻ നിന്നെ തറയിൽ വീഴ്ത്തത്തില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാൻ പോവുകയാണ്. നീ വിശ്വസിക്കുന്നത് പോലെ ഞാൻ നിന്നെ വാരി പിടിക്കും. നിന്നെ തറയിൽ വീഴാൻ അനുവദിക്കത്തില്ല.
കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് നീ ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ അവൻ നിന്നെ കൈവിടുന്നവനല്ല. അല്ലേ? നമ്മൾ ആ കൊച്ചു കുഞ്ഞിനെ പോലെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ കൈപിടിച്ച് നടക്കുന്ന, അപ്പൻ്റെ കൈപിടിച്ച് നടക്കുന്ന മക്കൾക്ക് ഒന്നിനെയും പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കുഴി കണ്ടാൽ അപ്പൻ ഒരിക്കലും ചെന്ന് ചാടി കാലൊടിയടാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചോണ്ട് പോകത്തില്ല. മോനെ, ഒരു കുഴിയുണ്ട്, ഇങ്ങോട്ട് മാറി നടക്ക്, അവനെങ്ങനെ പിടിക്കും. നമ്മളങ്ങനെയല്ലേ? ഹല്ലേലൂയ. നമ്മളെ മക്കളെ കൊണ്ടുവന്ന് വലിയൊരു കുഴി, കുഞ്ഞ് അതിനകത്ത് വീണ് കാലൊടിയുന്നത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ് ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും അപ്പനും അമ്മയും കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന എന്താണ്? ചെറിയ പ്രായത്തിൽ ഈ പ്ലഗിലൊക്കെ കൊണ്ടുവന്ന് വിരലിടും. കറണ്ട് പാസ് ചെയ്യുന്ന ആ സോക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കുഞ്ഞ് ഓടിച്ചെന്ന് വിരലിടാൻ പോകുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് ബോൾ പിടിക്കാൻ പോകുന്ന പോലെയാണ് പറന്നാണ് ചെന്ന് കൊച്ചിനെ പിടിച്ച് രക്ഷിക്കുന്നത്. അല്ലാതെ അവൻ ഒന്ന് പഠിക്കട്ടെ, അതിനകത്ത് വിരലിട്ട് കുറച്ച് കറണ്ട് അടിക്കുമ്പോൾ അവന് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു തന്തമാരെയും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഉള്ളവരുണ്ട്, അവർ മാനസിക രോഗികൾ, സാഡിസ്റ്റുകളാണ്. ഹല്ലേലൂയ. പക്ഷേ നമ്മളെന്ത് ചെയ്യും? അയ്യോ, ദാ കുഞ്ഞ് പോകുന്നു, ഒരു തീപ്പൊട്ടി കൊള്ളിയതാ, കത്തി ചെയ്ത് തീയാണ്. ആ വിളക്കിലോട്ട് കുഞ്ഞ് ഓടിച്ചെന്ന് വിരൽ വയ്ക്കാൻ പോകുമ്പോൾ അപ്പനും അമ്മയും വിളക്കൊരു വിഷയം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ആ കുഞ്ഞിനെ നമ്മൾ ഓമനത്തോളം ആ കുഞ്ഞിനെ വാരി പുണരുകയാണ്. ചൂടുവെള്ളം കൊണ്ടുവന്ന് അയ്യോ തട്ടി ഓടി വന്ന് നമ്മൾ ടേബിളിൽ ചായ കൊണ്ടുവയ്ക്കുമ്പോൾ കൊച്ച് ഓടി വന്ന് വെപ്രാളപ്പെട്ട് അതിനെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കാണിക്കുന്ന വെപ്രാളമുണ്ട്. അത് ഇതേപോലെയാണ് സ്വർഗസ്ഥനായ പിതാവ് ഞാനും നീയും വിവരമില്ലാതെ പലതിനും ചെന്ന് ചാടി വീണ് തകർന്ന് നശിച്ചു പോകുമ്പോൾ നമ്മുടെ ദൈവം വെപ്രാളപ്പെട്ട് നമ്മെ ഓടി വന്ന് വിടുവിക്കുന്ന, രക്ഷിക്കുന്ന ആ പിതാവിനത് കരങ്ങളെ അടിച്ച്, ഓ കർത്താവേ, ഞാൻ അവിശ്വസ്തത കാണിച്ചാലും ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന പത്രോസ് എപ്പോഴും വലിയ വിശ്വാസ വീരനാണ്. വേറെ ആർക്കുമില്ല ഈ പ്രത്യേകത. അതുകൊണ്ടാണ് ആർക്കും കിട്ടാത്ത അധികാരവും ലീഡർഷിപ്പും ആർക്ക് കിട്ടിയത്? പത്രോസിന്. വേറെ പടകിനകത്തിരുന്നവരോട് കർത്താവ് അന്ന് മനസ്സിൽ പറഞ്ഞു, നിങ്ങൾ കുറച്ചു നാൾ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്താൽ ചാടിയിറങ്ങിയതിനോട് ദൈവം മനസ്സിൽ പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഹല്ലേലൂയ. നീ ആടുകളെ മേയ്ക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യം ആ 120 പേരിൽ നിന്നും കർത്താവ് എഴുന്നേൽപ്പിച്ചത് ആരെയാണ്? പത്രോസിനെ. എന്താ അതിന് കാരണം? ചാടി ഇറങ്ങി. എല്ലാത്തിനും ഒരു എടുത്തുചാട്ടം ഉണ്ടായിരുന്നു. 12 പേര് പടകിനകത്തുള്ളപ്പോൾ പത്രോസിന് മാത്രം പ്രാപിക്കണം. എനിക്ക് പ്രാപിക്കണം, എനിക്കത് ചെയ്യണം, എനിക്കിതുപോലെ ചെയ്യണം. ആ 11 അതിനകത്തിരിക്കുക. അവർ പറയും, അയ്യോ, ഞാൻ വെള്ളത്തിൽ ചാടിയ മുങ്ങിച്ചാകും. ആരാ? ഇവരെല്ലാം നീന്തൽ അറിയാന്നുള്ളവരാ, പ്രാഗൽഭ്യമുള്ളവരാ. പക്ഷെ അവരതിന് തയ്യാറല്ല. അവർ കംഫർട്ട് സോണിനകത്തിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ ഒരു കംഫർട്ടുണ്ട്, അതിനകത്ത് നിന്ന് അവർ ഇറങ്ങാൻ തയ്യാറല്ല. അപ്പൊ കർത്താവ്, നീ അവിടെ ഇരുന്നോ, പക്ഷെ എൻ്റെ മകനെ ഞാൻ ഉന്നതങ്ങളിൽ എത്തിക്കാൻ പോവുക. അവനെ ഞാൻ അപ്പോസ്തലനാക്കി മാറ്റും. അവൻ ജാതികളോട് സുവിശേഷം അറിയിക്കും. അവന്റെ നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്തു വരും. അവൻ 120 പേരുടെ മുമ്പിൽ അവൻ എഴുന്നേറ്റ് നിൽക്കും. ആദ്യത്തെ പുതിയ നിയമസഭയുടെ പ്രാസംഗികൻ പത്രോസായിരിക്കും. കർത്താവിന് ആവശ്യം പത്രോസിനെ പോലെയുള്ളവരാണ് എന്നതിൻ്റെ ആദ്യത്തെ തെളിവാണ് ഈ പത്രോസാണ് കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് ചൂണ്ടിയെടുത്തോണ്ട്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കാരണം എന്താണെന്നറിയാമോ? പത്രോസിനെ പോലെ ഇതുപോലെ തൻ്റെ ഇടവും ധൈര്യവും എടുത്തുകാട്ടും ആവേശമുള്ളവരാരും ആ കൂട്ടത്തിലില്ല. കാരണം ഒരു പുതിയ നിയമസഭ ആരംഭിക്കണമെങ്കിൽ തണുത്ത് മരവിച്ച് പിന്നീടാകട്ടെ, ദൈവം പറയട്ടെ, സമയമാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവർ അവിടെ പ്രാർത്ഥിച്ച് ഉപവസിച്ചിരിക്കുകയും ചെയ്യും. സഭ തുടങ്ങാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? എടുത്തുചാട്ടമുള്ളവൻ വേണം, തൻ്റെ ഇടമുള്ളവൻ വേണം, വിശ്വാസമുള്ളവൻ വേണം. ഹല്ലേലൂയ. ആവേശമുള്ളവൻ വേണം. പ്രൈസ് ദി ലോർഡ്. നോക്കിയപ്പോൾ ആ പുള്ളിയാണിപ്പോൾ ചൂണ്ടിയെടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് കർത്താവ് ഓടി വന്നു. അങ്ങനെ നിന്നെ വിടാൻ ഞാൻ അനുവദിക്കത്തില്ല.
കർത്താവ് പുറകിൽ വന്ന് ആ പത്രോസിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ പത്രോസ് നഗ്നനായി പടകിനകത്ത് ഒന്നും കിട്ടാതെ, പണ്ട് ശൂന്യമായ പടക് പോലെ തന്നെ ഇപ്പോഴും യേശുവിനെ വിട്ടപ്പോൾ അവൻ്റെ പടക് ശൂന്യം. ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ അവൻ്റെ പടക് നിറഞ്ഞു. അവൻ ദൈവത്തെ വിട്ടപ്പോൾ അവൻ വീണ്ടും താഴോട്ട് പോയി, അവൻ്റെ പടക് ശൂന്യം. പക്ഷേ കർത്താവ് കരയിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹല്ലേലൂയ. ഒന്നും കിട്ടിയില്ല. വലത്ത് ഭാഗത്ത് വല വീശ്. ഹല്ലേലൂയ. ആദ്യ സ്നേഹത്തിലോട്ട് മടങ്ങി വരാനാണത് പറഞ്ഞത്. നീ ആദ്യം ശൂന്യമായിരുന്നപ്പോൾ എന്റെ വാക്ക് കേട്ടത് അനുസരിച്ചതുപോലെ മകനെ വീണ്ടും എന്റെ വാക്ക് കേട്ട് നീ ഒന്ന് അനുസരിച്ചാൽ ഇന്ന് വരെ പിടിക്കാത്ത ചില മീനുകൾ നിന്റെ പടകിനകത്ത് ഞാൻ തരാൻ പോവുകയാണ്. ഇന്ന് വരെ നിന്റെ കരങ്ങളിൽ വീഴാത്തത്, ഇതുവരെ നീ പിടിക്കാത്തത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ പടകിനകത്ത് കേറാത്ത വ്യത്യസ്ത തരത്തിലുള്ള 153 പെരുത്ത മീനിനെ 2021 ഒരു പെരുത്ത മീൻകൂട്ട വലുത് സ്പെഷ്യൽ. ഓ ജീസസ്, 153 പെരുത്ത മീനിനെ വലുത്. നേരത്തെ 2 പടക് നിറച്ചു കൊടുത്തപ്പോൾ ഇപ്പൊ കൊടുത്തത് വേറെ ലെവല. ഒരു 153 കൊടുത്തിട്ട് പറഞ്ഞു, ഇതുവരെ കയറാത്ത വേറെ ലെവൽ മീനായത്, ഇതുവരെ കാണാത്ത ചിലത് നിന്റെ ലൈഫിൽ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഓർഡിനറി അല്ല, ഇതാ സൂപ്പർ നാച്ചുറലായി എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഗ്ലോറി ഈ ദൈവസഭയിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, ജനകോടികൾ കേറി വന്ന് ആത്മനിറവിൽ ആരാധിച്ച് ദൈവസഭയ്ക്ക് പട്ടണത്തിന്റെ നടുക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങി കൂടാരമടിക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈവറ്റ് ജെറ്റുകൾ, ഫ്ലൈറ്റുകൾ, ഹെലികോപ്റ്ററുകളിൽ ഹല്ലേലൂയ ഇറങ്ങി മിനിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളിലോട്ട് ദൈവാത്മാവ് ദൈവസഭയെ പുറത്തു കൊണ്ടുവരാൻ പോയ വലിയത് വലിയ കാര്യങ്ങൾ നിന്റെ പടകിനെ ദൈവം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ പോകും. ആവേശമുള്ളവർ ആത്മാവിൻ ആവേശത്തോടെ കർത്താവിന് വേണ്ടി എരിവോടെ സന്ദേഹത്തോടെ ധൈര്യത്തോടെ യേശുവിന്റെ മുഖത്ത് നോക്കുന്നവർ, കർത്താവുമായി ബന്ധമുള്ളവർ, വിട്ടു പിരിയാത്ത ബന്ധം യേശുവുമായിട്ടുള്ളവർ, ശാശ്വത നിയമം ഞാൻ നിനക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് പത്രോസിനോട് ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞതാ, എന്താണ് പത്രോസേ, ഞാൻ നിന്റെ മേലെ എൻ്റെ സഭയെ പണിയും. ദൈവം ഒരു വാക്കോ ഒരു ദൂതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെ പോയാലും ദൈവം നന്മ ചെയ്യുന്നത് നിർത്തത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാണെന്നറിയാമോ? ആ നന്മ കണ്ട് നീ ആദ്യ സ്നേഹത്തിലൂടെ മടങ്ങി വരാൻ. എപ്പോ യേശു പത്രോസിനെ കണ്ടിട്ടുണ്ടോ? പത്രോസിനെ വിളിച്ചുടനെ തലയൊക്കെ വെച്ച് കുറേ ദൂതം പറഞ്ഞ് കുറേ വഴക്കം പറഞ്ഞ് ശാസിച്ചല്ല. ആദ്യം പത്രോസിൻ്റെ ആവശ്യം നേടി. പത്രോസിനെ എപ്പോൾ കണ്ടാലും പത്രോസിന് മീൻ വേണം. ഹല്ലേലൂയ. പത്രോസ് പിന്മാറ്റത്തിന് പോയിരിക്കുക. ആദ്യം പത്രോസ് യേശുവുമായിട്ട് സംസാരിച്ചപ്പോഴും പത്രോസ് എന്താ പറഞ്ഞത്? എനിക്ക് മീൻ വേണം. രണ്ടാമത് കർത്താവ് പിടിക്കാൻ വേണ്ടി പിന്മാറ്റത്തിൽ പോയപ്പം അപ്പോഴും കർത്താവ് കണ്ട് എന്ത് വേണം? ഇപ്പോഴും മീനില്ല. കർത്താവിനൊരു വിഷയമല്ല കേട്ടോ. നിന്റെ ഭൗതിക വിഷയം ദൈവത്തിനൊരു വിഷയമല്ല. നീ ഭൗതികമായ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ, അത് എത്ര ചോദിച്ചാലും, എത്ര വലുത് ചോദിച്ചാലും, എത്ര ചോദിച്ചാലും അത് ദൈവത്തിനൊരു വിഷയമേ അല്ല. കാരണം ദൈവം അത് തരത്തിൽ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യും, പിന്നെ ഞാൻ തരാമെന്ന് പറയുന്നവനല്ല. അതിന് പകരം നിന്റെ ഭൗതിക ആവശ്യങ്ങളെ ആദ്യം കൈകാര്യം ചെയ്യും ദൈവം. അത് ദൈവത്തിനൊരു വിഷയമല്ല. ദൈവത്തിന് ആവശ്യം നിന്നെയാണ്. ദൈവത്തിന് ആവശ്യം നിന്നെയാണ്. നിന്റെ ഭൗതിക കാര്യം നിനക്കാണ് ആവശ്യം, അത് ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ നീ ചോദിക്കുമ്പോൾ നീ എന്ത് വേണമെങ്കിലും ചോദിക്കണം. നിനക്ക് എന്താണ് ആവശ്യം? പത്രോസേ, നിന്റെ ആവശ്യം എന്താണ്? ഹല്ലേലൂയ. അതാ
അതാ കർത്താവിൻ്റെ ഒരു ഇത്. നിനക്കെന്താ ആവശ്യം? നോക്ക്, എവിടെ ആണെങ്കിൽ നോക്ക്, ആൾക്കാർ ആര് വന്നാലും കർത്താവ് എന്താ ആവശ്യം? കുരുട്ട് കണ്ണ് തുറക്കണോ? തളർവാദം മാറണോ? 38 വർഷമായവനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് ചെന്ന് പറഞ്ഞേ ചാടിയിറങ്ങ്, സ്നാനപ്പെടും, ഇപ്പം തന്നെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങ്, എല്ലാ ജോലിയും വിട്ടിട്ട് ഇറങ്ങിക്കോ, എല്ലാം വിട്ടിട്ട് ഇറങ്ങി എന്നൊന്നും കർത്താവ് പറയില്ല. കർത്താവ് നല്ല വിവരവും സ്റ്റാൻഡേർഡുള്ള ആളാണ്. കർത്താവ് ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചാടി വീണ് നിന്നെ ഞാൻ വിളിച്ചൊരു ശുശ്രൂഷ ഒന്നുമല്ല. ദൈവം തൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചോണ്ടു, മക്കളെ വാ, നമുക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക, നീ എൻ്റെ കൂടെ ഒന്ന് നടക്ക്, നീ എൻ്റെ കൂടെ ഒന്ന് നടന്ന് നോക്ക്, നീ എൻ്റെ കൂടെ ഒരു കൂട്ടായ്മയൊക്കെ ആചരിച്ച് നോക്ക്, നീ എൻ്റെ കൂടെ കൂട്ടായ്മ ആചരിച്ച് എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നീ ഇറങ്ങിയാൽ മതി. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുന്നവനാണോ എന്ന് നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നീ ഒന്ന് മുങ്ങി നോക്ക്, ഞാൻ കൈ നീട്ടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ എന്നെ വിട്ടു മാറി നോക്ക്, ഞാൻ നിന്റെ പുറകെ വരും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ആരെയും എളുപ്പത്തിൽ ചാടി വീണ് എല്ലാം വിട്ടിട്ട് ഇങ്ങനെ പോന്നോ എന്ന് പറഞ്ഞില്ല. കർത്താവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചവരാരും പട്ടിണി കിടന്നുമില്ല. കർത്താവിൻ്റെ പ്രത്യേകത നോക്ക്, ദൈവത്തിനെ വിളിച്ച് ഇറങ്ങി തിരിച്ചവരാരും പട്ടിണി കിടന്നില്ല. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ കർത്താവിന് പറയാം, ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പരീക്ഷണമാണ്, നീ നന്നാവുമോ രക്ഷപ്പെടുമോ നിൽക്കുമോ പോവാ, 2 നേരം ഭക്ഷണം ഇല്ല. നമ്മുടെ മക്കളെയാണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നും അവൻ പറഞ്ഞ അനുസരിച്ചില്ല എങ്കിൽ പിന്നെ പട്ടിണി കിടക്കും, നമ്മൾ ശിക്ഷിക്കും. പക്ഷേ കർത്താവ് നീ എത്ര അവിശ്വാസം എവിടെ പോയാലും കർത്താവ് പറയാൻ വല്ലതും കൂട്ടാനുണ്ടെങ്കിൽ കൊണ്ട് നമുക്ക് കഴിയാം. അതാണ് മീറ്റിംഗ് കഴിഞ്ഞ ഒരു ഈറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എവിടെ പോയാലും എന്താണ്? ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ദൈവത്തിന് കൂട്ടായ്മ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ആൾക്കാരുമായിട്ട് കൂട്ടായ്മ ബന്ധത്തിലാവുക, ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക, ഫുഡ് കഴിക്കുക, പിന്നെ കുറച്ചൊരു 5 മിനിറ്റ് ഒരു മെസ്സേജ്, ഒരു ഹീറിങ്, ഇതൊക്കെയാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ നിയമം വെച്ച് നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, നീ വെള്ളം എടുപ്പോട്ടുകൊണ്ട് വരണം, നീ സ്നാനപ്പെടണം, ഇതൊന്നും പറയുന്ന ഒരാളല്ല. അത് നിനക്ക് വേണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവമായിട്ടുള്ള ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിനകത്ത് നീ ആഴത്തിൽ കയറുമ്പോൾ നീ തന്നെ അങ്ങോട്ട് പറയണം, കർത്താവേ എനിക്ക് അങ്ങേ വേണം. അത് കേൾക്കാനാണ് ദൈവം കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടന്ന പിന്നെ ഒരാളുണ്ട്, അത് ഏലിയാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവ് കർത്താവിൻ്റെ കൂടെ നടന്നത് അല്ലേ? ഏലിയാവിനെ പോലെ ഇത്രയും അത്ഭുതം ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ഏലിയാവ് ഒരിക്കലും എന്ത് ചെയ്തു? ആഹാബിനോടും ഇസബേലിനോടും മത്സരിച്ച് ഏലിയാവ് പിന്നെ വലിയൊരു ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക? ഒരു തീ ഇറക്കാൻ വേണ്ടി, ആകാശത്തിൽ നിന്നും തീ ഇറക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പുരോഹിതന്മാർ 450, ആദ്യം 400, പിന്നെ 150, പിന്നെ ഇസബേലിൻ്റെ ഒരു 150 പേരും അല്ലാതെ ഒരു 4, അങ്ങനെ 550 പേര്. ഈ 550 പുരോഹിതന്മാർ, ബാൽ പുരോഹിതന്മാരോട് ഏലിയാവ് ഒരു ദിവസം ചെന്ന് വെല്ലുവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെയുള്ളതാണോ ദൈവം? നിൻ്റെ കൂടെയുള്ളവരാണോ ദൈവം? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും വെല്ലുവിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ സേവിക്കുന്ന ദൈവമാണ് സത്യ ദൈവമെന്ന് പറഞ്ഞൊരു വെല്ലുവിളിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. വെല്ലുവിളിക്കേണ്ട സാഹചര്യം വന്നാൽ നീ ധൈര്യമായിട്ട് വെല്ലുവിളിച്ചോളാം. കാരണം നിന്റെ ദൈവം നീ വെല്ലുവിളിച്ചാൽ നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തെ തണുപ്പിക്കുന്ന നിന്റെ ദൈവത്തിനെ എനിക്കെന്ന് അറിയണം. നീ സേവിക്കുന്ന ദൈവം ആരാന്ന് എനിക്കെന്ന് അറിയണം. ആരെങ്കിലും നിന്നെ വെല്ലുവിളിച്ചാൽ നീ വിട്ടുകൊടുക്കരുത്. അയ്യോ പേടിച്ച് ഭയന്നു പോകരുത്. നീ വെല്ലുവിളിക്കണം. വെല്ലുവിളിക്കുമ്പോൾ സ്വർഗം അവിടെ ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ഏലിയാവിൻ്റെ അടുക്കൽ 550 കൂടെ വന്നിട്ട് ഏലിയാവും കൂടെ പറഞ്ഞു, എടാ നിങ്ങളുടെ ദൈവത്തെ ആദ്യം നിങ്ങളുടെ ചോയ്സ്, നിങ്ങളങ്ങോട്ട് ഒരു യാഗപീഠമൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക? നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യേ. ഇവരെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് സ്വന്തം രക്തം, സ്വന്തം ശരീരത്തിൽ കമ്പിയൊക്കെ പഠിപ്പിച്ച് കുത്തി കയറ്റി, വാളൊക്കെ വെച്ച് വെട്ടി, കത്തിയൊക്കെ വെച്ച് കീറി, ബ്ലഡൊക്കെ വരുത്തി, അവർ ചാട്ടം, ബഹളം, ഡാൻസ്. അപ്പോൾ ഏലിയാവ് മാറിയിരുന്ന് കളിയാക്കി ചിരിക്കുക. നിന്റെ ചാട്ടം എവിടെയായി?
മൈക്കിൾ ജാക്സനെ പോലെ നീ ചാടുകയാണല്ലോ, വല്ലോ നടക്കുമോ എന്നൊക്കെ ചോദിച്ച് ഏലിയാവ് മാറിയിരുന്ന് കളിയാക്കി ചിരിക്കുക. ചാടിക്കോ ചാടിക്കോ, രാവിലെ മുതൽ ചാടിയതാ, ഉച്ചവരെ ആയിട്ട് അവർ ചാടിയിട്ടും അവർ വിളിച്ച ദൈവത്തിനൊന്നും കാണാനില്ല. ഇവരെ ചാട്ടവും ബഹളം കൊണ്ട് അവരെ ദൈവമൊക്കെ ഓടി രക്ഷപ്പെട്ടു. അടുത്ത വണ്ടി പിടിച്ച് അവർ സ്ഥലം വിട്ടു. കാരണം ഇവിടെ അഭിഷിക്തനിരിക്കുക, ഇവിടെ ഇറങ്ങിയ തീ ഇറങ്ങുമെന്ന് അവനറിയാം. അവർ വന്നനെ. ഈ ഏലിയാവ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവന്മാർ വിളിച്ച സാധനം വന്നനെ. പക്ഷേ എങ്ങനെ വരും? ആത്മശക്തി പ്രവൃത്തി പ്രാർത്ഥന വീരനായ അഭിഷേകമുള്ളവൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു പിശാചിന്റെ ഒരു ഓജോ ബോർഡും ഒരു ഭൂതവും ഒരു ദുരാത്മാവും വിളിച്ചാൽ വരത്തില്ല. കാരണം പ്രാർത്ഥന വീരൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ഇരിക്കുന്നിടത്ത് ഒരു പൈശാചിക ശക്തികളും വരത്തില്ല. ഹല്ലേലൂയ. ഏലിയാവ് അതിനകത്ത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ അറിയാം, വളരെ നികൃഷ്ടമായ വാക്കുകൾ അവർ. നിന്റെ ദൈവം എവിടെ? പ്രൈസല്ലേ, എവിടെ പോയി? ഹല്ലേലൂയ. പല കാര്യങ്ങളും ചോദിച്ചു, നാണം കെടുത്തി. അവന്മാരെല്ലാം തളർന്നു. പ്രൈസലോ. അത് പറഞ്ഞു, ഇനിയിപ്പോൾ നിന്റെ ഊഴമാണ്, നീ നോക്കിയോ, ഞങ്ങളുടെ ദൈവം എവിടെയോ ടൂർ പോയിരിക്കുകയാണ്, അടുത്ത ആഴ്ച വരൂ, നീ എന്ത് ചെയ്യാ, നീ അങ്ങോട്ട് വിളിക്കുക. അവർ വെല്ലുവിളിക്കുകയാണ്. 550 പേര് വെല്ലുവിളിക്കുകയാണ്. ഏലിയാവേ, ഉച്ചവരെ ഞങ്ങൾ ആരാധിച്ചപ്പോൾ ഞങ്ങളുടെ ദൈവങ്ങളൊന്നും വന്നില്ല. നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നീ ഒറ്റ പ്രാർത്ഥനയെ വിളിച്ചു വരുത്തടാ. പ്രൈസലോ. ഏലിയാവ് പറഞ്ഞു, എനിക്ക് നിന്നെയൊന്നും പോലെ ഡാൻസ് കളിക്കാനും തുള്ളാനും ചാടാനും ഒന്നിനും വയ്യ. പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഇപ്പോൾ കാണിച്ചു. ഒറ്റയ്ക്ക് 12 ഗോത്രങ്ങൾ കൊത്തവണ്ണം കല്ലെടുത്ത് വെച്ചു, ഹോമകുണ്ഡമെല്ലാം തയ്യാറാക്കി. ഹല്ലേലൂയ. ഒറ്റയ്ക്കാ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ തീ ഇറങ്ങിയാൽ കത്താതിരിക്കാൻ വേണ്ടി ഈ 550 പേരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വെള്ളം കോരി ഒഴിച്ചു. എവിടെയെങ്കിലും ഒരു തീ കത്തിയാൽ അതിനെ വെള്ളം കോരി ഒഴിച്ച് അണയ്ക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ കാണും. തീ കത്തിക്കാൻ ഒരുത്തനേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ ഒരുത്തനേ ഉള്ളൂ, യാഗപീഠം പണിയാൻ ഒരുത്തനേ ഉള്ളൂ. പക്ഷെ അണയ്ക്കാൻ 550 പേര്. ഹല്ലേലൂയ. അതിനെ അണയ്ക്കാൻ വേണ്ടി വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞപ്പോൾ 550 പേരും ബക്കറ്റും എടുത്ത് തോട്ടിൽ ചെന്ന് വെള്ളം കോരി ഒഴിപ്പാവോട് ഒഴിപ്പാ. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഈ തീ കെടുത്തണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നീ ആത്മനിറവിൽ പ്രാർത്ഥന വീരനാണെങ്കിൽ നീ കത്തിച്ച തീയെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ ദൈവസഭയെ അണയ്ക്കാൻ ആര് നോക്കിയാലും, നിന്റെ വിശ്വാസത്തെ അണയ്ക്കാൻ ലോകത്തൊരു മനുഷ്യനും സാധിക്കത്തില്ല. അവർ വെള്ളം കോരി ഒഴിക്കട്ടെ, ഇത് അണയ്ക്കാൻ നോക്കട്ടെ. പക്ഷേ നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ ഇന്ന് പകൽ ആത്മാ പറയാണ്, ഒരു മനുഷ്യൻ വിചാരിച്ചാലും ഈ തീയെ അണയ്ക്കാൻ പറ്റത്തില്ല. നിന്റെ വിശ്വാസത്തെ അണയ്ക്കാൻ ഒരു ദുരാത്മ ശക്തികൾക്കും സാധിക്കത്തില്ല. അനവധി വ്യക്തികൾ തണുത്ത് മരവിപ്പിച്ച് നിന്റെ തീവ്രമായ വിശ്വാസത്തെ, തീക്ഷ്ണമായ വിശ്വാസത്തെ അണച്ചു കളയാൻ, വെള്ളം കോരി ഒഴിച്ചണയ്ക്കാൻ പലരും ശ്രമിക്കുമ്പോൾ നീ ഭയപ്പെടണ്ട. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ കൈകാര്യം ചെയ്യും. ദൈവാത്മാവിന് ഞാൻ പറയുന്നു, നിന്റെ വിശ്വാസത്തെ അണച്ചു കളയരുത്. സാഹചര്യങ്ങളുടെ നടുവിൽ നിന്റെ തീയെ കെടുത്താൻ ആരെ അനുവദിക്കരുത്. എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തീയെ അണയ്ക്കാൻ ആയിരങ്ങൾ എഴുന്നേക്കും. ഒന്ന് വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരുത്തന് ഒഴിച്ചാൽ പോരെ. ഇത് 550 ചെന്നെന്ത് ചെയ്തു? ബക്കറ്റ് എടുത്തോണ്ട് ഓടിച്ചെന്ന് വെള്ളം കോരി ഒഴിപ്പോട് ഒഴിപ്പ്. പിന്നെ ഹോമയാഗ ആ പീഠം ഇതെല്ലാം നനഞ്ഞ് കവിഞ്ഞൊഴുകി, അതൊക്കെ ഓവർഫ്ലോ ആയി.
ചാലെടുത്ത് അതിനകത്തുണ്ടാക്കിയ ആ പീഠമെല്ലാം നനഞ്ഞ് പോകുന്ന ഒരു തീ, ലോകത്തിൻ്റെ തീ കത്തിച്ചാൽ അത് കത്തത്തില്ല. ഒരു തീപ്പൊട്ടിക്കൊള്ളിയുമായിട്ട് അവിടെ പോയാൽ, ഒരു വിറകൊള്ളിയുമായിട്ട് പോയി കഴിഞ്ഞാൽ, ഒരു സിഗരറ്റ് ലാമ്പുമായിട്ട് പോയാൽ കത്തത്തില്ല. അടുത്ത് ചെല്ലുമ്പോഴേ അണഞ്ഞു പോകുക. അതുപോലെ വെള്ളത്തിൻ്റെ നിറവ അത് കവിഞ്ഞൊഴുകിയ വെള്ളം തോട്ടിലൂടെ. ഹല്ലേലൂയ. കാരണം അവർക്കൊരു വലിയ വെല്ലുവിളിയുണ്ട്. ഞങ്ങൾ ഉച്ചവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, ഈ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരു പ്രാർത്ഥനക്കാരനെ വന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ നടക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. അപ്പോൾ സ്വർഗം പറഞ്ഞു, എന്റെ അഭിഷിക്തനെ, ഹല്ലേലൂയ, ഞാൻ നിന്റെ മുമ്പിൽ മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ, വിശ്വസിച്ചാൽ നിന്നെ ദൈവം നിന്റെ ശത്രുക്കളുടെ മധ്യത്തിൽ മാനിക്കാൻ പോവുകയാണ്. പലരും അണയ്ക്കാൻ നോക്കും. നീ അണയരുത്. ഒന്ന് അടുത്തിരിക്കുന്നവരൊന്ന് പറഞ്ഞേ, പലരും അണയ്ക്കാൻ നോക്കും കേട്ടോ. നിന്നെ കത്തിക്കാനല്ല പലരും നിന്റെ കൂടെ കൂടുന്നത്, നിന്നെ എങ്ങനെ അണയ്ക്കാമെന്ന് പറഞ്ഞ് പലരും വരുമ്പോൾ നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പാറിപ്പിച്ച് കളയാൻ, നിന്നെ സഭയിൽ നിന്ന് എടുത്തു കളയാൻ, നിന്നെ ആത്മീക ലോകത്ത് നിന്ന് പറിച്ചു കളയാൻ, സ്നേഹം നടിച്ച് സഹായിക്കാനെന്ന വേദന നിന്റെ അടുക്കൽ വരുന്ന പലരും നിന്റെ പ്രാർത്ഥനാ ജീവിതങ്ങളെ അണച്ചു കളയാൻ പ്ലാനും പദ്ധതിയിടുമ്പോൾ ആത്മാവ് ഞാൻ പറയുകയാണ്, നീ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ജീസസ്. നീ ക്ഷീണിക്കരുത്. വെള്ളം കൊണ്ടുവരുന്നവൻ്റെ മുമ്പ് ചെന്ന് കോരി ഒഴിച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കരുത്. ഹല്ലേലൂയ. നീ നനഞ്ഞ് പോകുന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അവരുടെ വാക്ക് നീ കേൾക്കരുത്. നീ ദൈവസഭയിൽ വരുന്നത് ദൈവശബ്ദം കേട്ട് കത്തിജ്വലിക്കാനാണ്. മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നവൻ തണുത്ത് വിറങ്ങലിക്കുമ്പോൾ, അവൻ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ദൈവശബ്ദം കേൾക്കുന്നവൻ ആത്മശക്തിയിൽ കുതിച്ചെഴുന്നേക്കും. 2023 നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ നീ കുതിച്ചെഴുന്നേക്കും. ഹല്ലേലൂയ. തണുത്തു പോകരുത്. അടുത്ത് പറഞ്ഞാട്ടെ, തണുക്കരുത് കേട്ടോ. ക്ഷീണിക്കരുത്, വാടി പോകരുത്, തണുത്ത് പോകരുത്. കാന്താരി മുളവിനെ പോലെ നിൽക്കണം നീ. ഹല്ലേലൂയ. നീ ഒരു കാന്താരിയായി മാറണം. നീ ഒരു നല്ല മുളകായി മാറണം. നീ എരിവുള്ള മുളകായി നീ മാറണം. നിന്റെ എരിവ് മാറരുത്. നിന്റെ ആ തീ മാറരുത്. ഓ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ജീസസ്. നിന്റെ എരിവ് വർദ്ധിക്കട്ടെ. എരിഞ്ഞ് കത്തണം നീ. ഹല്ലേലൂയ. ഓരോന്നിന്റെ സ്വഭാവം കാണിക്കും അല്ലേ. ചെറുതാണെങ്കിലും കാന്താരി എല്ലാവർക്കും പേടിയാണ്. ആർക്കെങ്കിലും കാന്താരി മുള 4, 5, 10 ഒക്കെ എടുത്ത് വായിലിട്ട് ചവച്ച് വളരെ ഒരു കുഴപ്പമില്ലാതെ, ആ മുഖത്തിനോ കണ്ണിനോ മൂക്കിനോ ഒന്നും കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ഐസ്ക്രീം കഴിക്കും പോലെ കാന്താരി മുളക് കഴിക്കാൻ പറ്റുമോ? ഐസ്ക്രീമിൻ്റെ സ്വഭാവം തണുത്ത് വിറച്ച്, നമ്മൾ അത് വായിൽ വയ്ക്കുമ്പോഴേ നമ്മുടെ നാക്കും കൂടെ മരവിച്ച് അപ്പം നമുക്കൊരു ഭാവമാറ്റം ഉണ്ടാവും അല്ലേ. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു ഭാവമാറ്റം. നല്ല തണുപ്പാണെങ്കിൽ നമുക്ക് ആകെപ്പാട് ഒരു അസ്വസ്ഥതയും ഒരു മരവ് ഓച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടാവും. ഒരു നല്ല ഒരു ഇതാണ്. പക്ഷേ കാന്താരി മുളക് കഴിച്ചിട്ട് ഇന്ന് വരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരാരെയും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അല്ലേ, സ്തോത്രം. അപ്പം അതുപോലെയാണ് ഒരു വ്യക്തി, മനുഷ്യൻ. ചിലര് വാടി തളർന്ന് നിൽക്കുന്നവർ, ഐസ്ക്രീം പോലെ തണുത്തിരിക്കുന്നവർ. ചിലർ കാന്താരി മുളക് പോലെയുള്ളവർ. അതാണ് പത്രോസ് അങ്ങനെയായിരുന്നു, ഏലിയാവ് അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന് ആവശ്യം. എരിവുള്ളവർ, ഒരു മനുഷ്യന്റെ വാക്കിന്റെ മുമ്പിൽ ക്ഷീണിച്ചു പോകാത്തവർ, വാടിപ്പോകാത്തവർ. ഹല്ലേലൂയ, സ്തോത്രം. നീ ഒരു ബോംബായി മാറണം. നീ പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബാകണം. നീ ആയിരിക്കുന്ന ദേശത്തിൽ നീ ഒരു ഭയമായി മാറണം. ഇത് പ്രാർത്ഥിക്കുന്ന
വ്യക്തി ആരാധിക്കുന്നവരാണ്. ഇവനൊരു അഭിഷിക്തനാണ്. ഓ, ഇടിമക്കൾ പോലെ, ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു വിശ്വാസം, ചലഞ്ച് ചെയ്യുന്ന വിശ്വാസം. ഏലിയാവിന്റെ പ്രത്യേകത എന്താണ്? ചലഞ്ചിങ്. എല്ലാത്തിനും ചലഞ്ച്. നാളെ ഈ നേരത്ത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടൊരു മഴ ചലഞ്ചിങ്. ആഹാബിനെ കണ്ട ആരോടാ പറയുന്നത്? ആഹാബ് ആടി തളർന്നതാ. ഭാര്യ വീട് ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവ് വെളിയിറങ്ങി കിടന്നത്, അകത്തോട്ട് കയറാൻ വയ്യ. കൊട്ടാരത്തിനകത്ത് കയറിയ കാലുണക്കി അടിക്കും. ആര്? ഇസബേല്. അപ്പോൾ ഉള്ളി ഇങ്ങനെ രഥത്തിലൊക്കെ ചുറ്റി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഏലിയ പറഞ്ഞ, പിന്നെ ആഹാബേ, ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഴ പെയ്യത്തില്ല. ആഹാബിന്റെ മുമ്പ് നിൽക്കുന്ന ബോംബ, കാന്താരി മുളവാ നിൽക്കണത്. ആഹാബ് എന്ന് പറഞ്ഞ ആരാ? ഐസ്ക്രീം. ഹല്ലേലൂയ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേറെ വല്ലതും പറഞ്ഞ എലി പറയും നീ നാളെ ഉച്ചയ്ക്ക് മരിക്കുമെന്ന് പറഞ്ഞു. അത് തട്ടിപ്പോവും. അതുകൊണ്ട് ആഹാബ് പെട്ടെന്ന് തന്നെ ഓടി ഭാര്യയോട് ചെയ്തു, എടി വെളിയിൽ നിന്ന് എഴിച്ചിക്കാൻ വയ്യാത്ത ഏലിയ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഇസബേൽ പറഞ്ഞു, ഡോണ്ട് വറി, ചേട്ടാ അങ്ങോട്ട് ചെന്ന് കിടന്ന് ഉറങ്ങും. കഞ്ഞി കോരി പാൽക്കഞ്ഞി ഉണ്ട്, സ്വർണ്ണ കറണ്ടിയും വെച്ച് കഴിച്ച് അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങി, ഞാൻ കൈകാര്യം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചാടി ഇറങ്ങി ഒരു പോസ്റ്റ് ഒട്ടിച്ചു. വെളിയിലിറങ്ങി ഏലിയാവ് നോക്കിയപ്പോൾ തലേ ദിവസം 550 പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് തീ ഇറക്കിയ ഏലിയാവ്, പ്രൈസ് ദി ലോർഡ്, ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി. ഹല്ലേലൂയ. തീ ഇറങ്ങിയ ഉടനെ വെള്ളമൊക്കെ വറ്റിപ്പോയി, എല്ലാം വറ്റി. പിശാചിട്ട സകല, ശത്രു ഇട്ട സകലത് വറ്റിപ്പോയി, തീ കത്തിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഏലിയ പറഞ്ഞു, ഒറ്റയെണ്ണത്തിനെ വിടരുത്. ഈ വെള്ളം കോരി ഒഴിച്ചവന്മാരെ എല്ലാത്തിനെ ഓടിച്ചിട്ട് പിടിക്കടാന്ന് പറഞ്ഞു. ഓടിച്ചിട്ട് അവരെ പിടിച്ച് കൊന്നളയാ പറഞ്ഞു. വെള്ളം കോരി ഒഴിച്ചവന്മാരെല്ലാം ദൈവം എന്ത് ചെയ്തു? ഏലിയവനെ കൊണ്ട് വെട്ടി അങ്ങ് ദൂരെ കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് വീരപരാക്രമം കഴിഞ്ഞ് വെളിയിറങ്ങി നിൽക്കുമ്പോൾ പോസ്റ്റർ നോക്കിയപ്പോൾ, ഏലിയാവേ, നിന്നെ നാളെ ഉച്ചയ്ക്ക് തീർത്ത് കളയും. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ തന്നെ ഫീസ് ഊരിപ്പോയി. ആരെ? ഏലിയാവിൻ്റെ. പ്രൈസ് ദി ലോർഡ്. ആഹാബിനെ കണ്ടിട്ട് പേടിയില്ല. 550 എണ്ണത്തിനെ കണ്ടിട്ട്, പുരോഹിതന്മാരെ കണ്ടിട്ട് പേടിയില്ല. എല്ലാവരും വെല്ലുവിളിച്ച ഏലിയാവ് പോസ്റ്റർ കണ്ടു, നാളെ ഉച്ചയ്ക്ക് ആര് ഏലിയാവിനെ കണ്ടാൽ പിടിച്ചോണ്ട് വരണം, അവനെ ഞാൻ വെട്ടിക്കൊല്ലും. പ്രൈസ്. പോസ്റ്റർ കണ്ട ഉടനെ ഏലിയാവ് ഓടി ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ കഴിഞ്ഞ നാളിന്ന് വരെ കർത്താവിൻ്റെ കൂടെ നടന്ന വീരശൂര പരാക്രമിയായ ഏലിയാവേ, നീ എവിടെ ചെന്ന് കിടന്നാലും നിന്നെ ഫോളോ ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിന്നെ വാടിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ക്ഷീണിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ആരാധനയ്ക്ക് വരണോ, പോണോ, വേണോ, വേണ്ടേ 100 പ്രാവശ്യം ചിന്തിച്ച് എന്തിന് ആരാധനയ്ക്ക് പോകണം, എന്തിന് പ്രാർത്ഥനയ്ക്ക് പോകണം, ഈ വിശ്വാസം എന്തിന്, ഈ പ്രാർത്ഥന എന്തിന്, ഈ ആരാധന എന്തിന്, വീട്ടിൽ കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞിരുന്ന വ്യക്തികളെ നോക്കി ആത്മാ വിളിച്ചു പറയുന്നു, നീ ചൂരച്ചെടിയിൽ കിടന്ന ചിലതിനെ ഇന്ന് പകൽ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന പലതും ഇതിനകത്ത് വന്നിരിക്കുക. പോണോ പോണ്ടേ, പോണോ പോണ്ടേ, സമയമായി. പ്രൈസില് വണ്ടി പെട്രോളുണ്ട്, പല 100 എക്സ്ക്യൂസ് പറഞ്ഞ് വീട്ടിനകത്ത് കയറി ഇന്ന് ടി വി ഒക്കെ ഓൺ ചെയ്ത് വല്ല സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് പലരെയും കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. നീ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നവനാ. പലരും ഇന്ന് വരാൻ മടിച്ചിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അതിന് കാരണം ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. അടുത്തൊരു സീസൺ നിനക്ക് ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാടുകളിൽ ക്ഷീണിച്ചു പോയവരെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. കഴിഞ്ഞ നാടുകളിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ആത്മീക ജീവിതത്തിലും ശുശ്രൂഷയിലും ക്ഷീണിച്ചു പോയവരെ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്നെ ആത്മാവിൽ കത്തിക്കാൻ. നിന്റെ അടുത്തൊരു സീസൺ ആരംഭിക്കാൻ പോകും. നീ പറക്കാൻ പോകും. നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പാട്
ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നു. നീ ഇതാ യാത്ര തിരിക്കാൻ പോകുന്നു. 40 ദിവസം ഹോരേബ് വരെ ചൂരച്ചെടിയിൽ കീഴിൽ കിടന്ന നിനക്ക് ഇതാ പാസ്പോർട്ട് റെഡി, വിസ റെഡി, ഗ്രീൻ കാർഡ് റെഡി. യെസ്, നിന്റെ ലോക രാജ്യങ്ങളുടെ വാതിലുകൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ തുറക്കുകയാണ്. ഏലിയാവിന്റെ സമയം സീസണായിരിക്കുകയാണ്. ഏലിയാവിനൊരു യാത്രയുണ്ട്, ഏലിയാവിനൊരു പുറപ്പാടുണ്ട്. ഏലിയാവിന് വേണ്ടി ചില എൻകൗണ്ടറുകൾ ദൂരദേശങ്ങളിൽ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ ജീസസ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാര് ദൈവം വിളിച്ച് വേർതിരിച്ചവരുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ ചില ക്ഷീണങ്ങളും ചില വാടിപ്പോകുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അവൻ്റെ അഭിഷേകം പോയി ശുശ്രൂഷമായി എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം പറഞ്ഞ് ഏലിയാവിനെ കുറിച്ച് നാട് മുഴുവനും ന്യൂസ് അങ്ങ് കൊടുത്തു. അറിഞ്ഞില്ലേ, പോസ്റ്റർ കണ്ട് ഏലിയാവ് നാട് വിട്ടു. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഏലിയാവ് നാട് വിട്ടത് ആ ചൂരച്ചെടിയുടെ കീഴില് കിടക്കുകയാണെന്ന് പറഞ്ഞ് നാട് മുഴുവനും എന്ത് ചെയ്തു? കൂടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞങ്ങ് പരത്തി. ഏലിയാവിന്റെ ശുശ്രൂഷ തീർന്നു. ഹല്ലേലൂയ. കർത്താവും ഏലിയാവും തമ്മിലുള്ള ബന്ധം ഈ മണ്ടന്മാർക്ക് അറിഞ്ഞുകൂടാ. അവർ വെളിയിൽ ചെറിയ കൂടാരങ്ങളെ അടിച്ച് ഏലിയാവ് പോയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞ് ഉണക്ക പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിന്നപ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിലല്ല ഇറങ്ങിയത്. ചൂരച്ചെടിയിൽ കിടന്നുറങ്ങിയ ഏലിയാവിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി. 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ദൈവം ഇറങ്ങി തട്ടി ഉണർത്തി ഒരു അട സ്വർഗത്തിൽ ചുട്ടുകൊണ്ടുവന്നു. സ്പെഷ്യൽ അട, പ്രോട്ടീൻ, എല്ലാ വൈറ്റമിൻസും ഉണ്ട്. ABCDEFG എല്ലാ വൈറ്റമിൻസും ഉള്ള സൂപ്പർ ഫുഡ് സ്വർഗത്തിൽ കനലിൽ വെച്ച് ചുട്ടുകൊണ്ടുവന്ന് വെച്ചോളൂ. എന്നിട്ട് മോനോട് പറയുകയാണ്, കിടന്നുറങ്ങണ, നീ ചാടി കയറി എടുത്തും പോകണ്ട, ഞാൻ പറയുമ്പോൾ പോയാൽ ഉറങ്ങിക്കോ, വിശ്രമിച്ചോ, റെസ്റ്റ് എടുത്തോ. ഹല്ലേലൂയ. ദൈവം റെസ്റ്റ് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഫ്രഷാക്കി നിന്നെ ദൈവം ഇറക്കാൻ പോകുക. ചില റെസ്റ്റുകളൊക്കെ ദൈവം തന്ന് കൊടുത്ത് അടുത്ത് വീണ്ടും ഒരാടെ കൊണ്ടുവരും. 2 അടയും കഴിച്ച് വീണ്ടും ഉറങ്ങാൻ പോയപ്പോൾ ഏലിയാവിനോട് പറഞ്ഞു, ഇനി എഴുന്നേറ്റോ, 40 ദിവസം ഒരു യാത്ര നിനക്കുണ്ട്. കഴിഞ്ഞ നാളുകൾ നീ ചെയ്ത ശുശ്രൂഷയൊക്കെ മാറാൻ പോവുക. നിന്റെ അകത്ത് ഞാൻ പകർന്ന ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തെ ചിലരുടെ മേൽ പകരാൻ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ നീ ദൂതും പറഞ്ഞ്, നീ വെല്ലുവിളിച്ചും ദൂത് പറഞ്ഞും, ഹല്ലേലൂയ, പലരെയും വെല്ലുവിളിച്ചും ദൂത് പറഞ്ഞും നീ നടന്നത്, ഇനി അങ്ങോട്ട് നിന്റെ വെല്ലുവിളികളും നിന്റെ ദൂത് പറച്ചിലും ഇതൊക്കെ അങ്ങോട്ട് മാറാൻ പോകും. നിന്റെ ശുശ്രൂഷ നെക്സ്റ്റ് ലെവലിൽ കയറാൻ പോകും. നിന്റെ ലോക്കൽ മിനിസ്ട്രി മാറാൻ പോകുന്നു. നിന്റെ ഇന്റർനാഷണൽ മിനിസ്ട്രി ആരംഭിക്കാൻ പോകുന്നു. നിനക്ക് യാത്രകളുണ്ട്. നടക്കാനുള്ള ബലം ഞാൻ തരാം. ഞാൻ നിനക്ക് ശക്തി പകരാം. ഞാൻ നിനക്ക് ധൈര്യം പകരാം. ഓ, ഇനി അടുത്ത സീസണിൽ നിന്റെ കൈവപ്പ് കൊണ്ട് പുറത്തു വരാൻ പോകുന്നത് നിന്നെ പോലെയുള്ളവരല്ല, നിന്നെക്കാളും ശക്തന്മാരെ പുറത്തിറക്കാൻ. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. നേരെ ഹോരേബിൽ ഓളം ചെന്നു. ഹോരേബിൽ ചെന്നപ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഏലിയാവ് ഇരുന്നപ്പോൾ ആദ്യം ഭയങ്കര ഒരു കാറ്റ് വന്നു. പിന്നെ ഒരു ഭൂകമ്പം ഉണ്ടായി, കാറ്റ് വന്നു, ഒരു വലിയ തീ വന്നു. ഇതിലൊന്നും ആരെ കണ്ടില്ല, ദൈവത്തെ കണ്ടില്ല. ഏലിയാവ് വിചാരിച്ചു ഭൂകമ്പം ഉണ്ടായപ്പോൾ ദൈവം ഇറങ്ങി വരുന്നു. അയ്യോ, പേടിച്ചിരുന്നു. ഇല്ല. ഭയങ്കര കൊടുങ്കാറ്റടിച്ചു, കാറ്റിനും ദൈവമില്ല. ഭയങ്കരമായ തീ ഇറങ്ങി, തീക്കകത്തും ദൈവമില്ല. ലാസ്റ്റ് കാരണം ദൈവം ആദ്യം ഭൂകമ്പത്തിൽ വന്ന സാധാരണ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ദൈവം സീനായി മലയിലൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയാണ്? മല മുഴുവൻ കുലുങ്ങി ഭൂകമ്പം, ഭൂചലനം, കൊടുങ്കാറ്റും തീയൊക്കെ ഇറങ്ങിയിട്ടാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം ഇറങ്ങി വന്നത്. അപ്പം ദൈവം നോക്കിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ബലഹീനപ്പെട്ടിരിക്കുന്ന പാർട്ടി പുള്ളിയുടെ അടുത്ത് ഞാൻ ഭൂകമ്പത്തിലോ തീയിലോ കൊടുങ്കാറ്റിലോ ഒക്കെ ചെന്നാൽ ഏലിയാവ് ഇപ്പം തന്നെ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കും.
അതുകൊണ്ട് അതിലൊന്നും ദൈവം വന്നില്ല. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് മൃദുവായൊരു സ്വരം. അതിൻ്റെ അർത്ഥം നിന്റെ ബലഹീനതയും നിന്റെ കുറവുകളും നിന്റെ ഭയവും നിന്റെ പേഴ്സണാലിറ്റി എല്ലാം അറിഞ്ഞ് ഇറങ്ങി വരുന്ന ദൈവം. നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. നിനക്ക് ഒരു ഡിസ്റ്റർബൻസും ദൈവം വരുത്തതില്ല. ഹല്ലേലൂയ. മൃദുവായൊരു ശബ്ദം. അത് കേട്ടപ്പോൾ ഏലിയാവ് വെളിയിൽ വന്നു. ഏലിയാവിന് ദൈവത്തെ ഫേസ് ചെയ്യാൻ വയ്യ. ആ മഹത്വം ഏലിയാവ് തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പുതപ്പെടുത്ത് എന്ത് ചെയ്തു? മുഖം മൂടി. ഒന്നാമത് മുഖം മൂടാൻ കാരണം നാണക്കേടുമുണ്ട്. കഴിഞ്ഞ നാള് വരെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഞാൻ കഴിഞ്ഞ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ചൂരച്ചെടിയുടെ കീഴിൽ ഒളിച്ചല്ലോ എന്നുള്ള നാണക്കേട് കൊണ്ട് ആകെ നാണം കെട്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഏലിയാവ് നിൽക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ നോക്കിക്കൊള്ളാം. ഏലിയാവിൻ്റെ മേൽ ഇറങ്ങേണ്ട ഗ്ലോറി ദൈവം ആ പുതപ്പിലോട്ട് അങ്ങ് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ധൈര്യത്തോടെ നിന്നാൽ നിന്റെ മേൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങും. തൻ്റെ ഇടത്തോടെ, നാണമില്ലാതെ, തലകുരിച്ചല്ലാതെ ധൈര്യത്തോടെ തല ഉയർത്തി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ ദൈവത്തെ ഫേസ് ചെയ്യാൻ നിനക്ക് നാണമില്ലെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പുതപ്പിന്റെ മേലെ ഇറങ്ങി. പുതപ്പിന്റെ മേലെ ദൈവം എന്ത് ചെയ്താലും ദൈവത്തിന്റെ ഒരു പ്ലാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, പുതപ്പിൽ അഭിഷേകം പ്രാപിച്ച് പോയപ്പോൾ പോണ വഴിക്ക് 12 കാളകളെ കൂട്ടേണ്ട സ്ഥലത്ത് 12ാമതിനായി കാളയ്ക്ക് പകരം അതികഠിനമായ ഒരു മനസ്സുള്ള തൻ്റെടിയായ ഒരു മനുഷ്യൻ 11 കാളയും 12ാമത് താൻ, അതാണ് എലീശ എന്ന് അങ്ങനെ പൂട്ടി നിറയുകയാണ്. ആ പുതപ്പെടുത്ത് ഏലിയാവ് ആ എലീശനെ മൂടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, ചില അഭിഷിക്തന്മാരുടെ കൈവപ്പുകൾ നിങ്ങളുടെ മേൽ വരാൻ സമയമായി. ചില കൈമാറ്റങ്ങൾ, ചില കൈവപ്പുകൾ, ചില ഇംപാർട്ടേഷനുകൾ. യെസ്, നിന്റെ സീസൺ വെളിപ്പെടുമ്പോൾ ചില ഏലിയാവുമാരിൽ നിന്നും ചില അസാധാരണ കൈമാറ്റങ്ങൾ. Hallelujah, Jesus. Hallelujah, glory. നിന്റെ ജോലി വിടും. നിന്റെ ദൈവത്തിലോട്ട് അടുപ്പിക്കാതെ തടസ്സം ചെയ്യുന്ന ചിലതൊക്കെ ദൈവാത്മാവ് തീക്കകത്ത് വെച്ച് കത്തിച്ച് ചാരമാക്കിയിട്ട് ദൈവത്തിനെ പുറത്തെടുത്ത് ശക്തിയോടെ ഉപയോഗിക്കാൻ പോവുകയാണ്. Hallelujah, Jesus. ഉടമനവ ശംഭരവ രക്ഷഭാരവ വിമന ശതാരവ രീവ ക്ഷീരവ രക്ഷഭാരവ. ഓ ജീസസ്. Hallelujah, glory. Yes. സ്തോത്രം. പുതപ്പ് വീണതേ ഉള്ളൂ. എലീശ ഉണ്ടായിരുന്ന 11 കാളയും കാളവണ്ടിയും കാളയും അതിൻ്റെ പിന്നെ ഉഴുന്ന സാധനവും കലപ്പയും ഇതെല്ലാം കൂടെ എടുത്ത് ഒരു ഹോമകുണ്ടം തയ്യാറാക്കി തീക്കകത്തിട്ട് എല്ലാം കത്തിച്ചു. പണ്ട് ചിലരുണ്ട് ശുശ്രൂഷയ്ക്കും കർത്താവിന് വിളിക്കുമ്പോൾ ചിലർ തിരിച്ച് ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഉള്ള കയ്യിലുള്ള സകല സർട്ടിഫിക്കറ്റും തീയിലിട്ട് വന്നവരെനിക്കറിയാം. ഇനി ഒരുപക്ഷെ ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ചു പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് കയ്യിലുള്ള സകല സർട്ടിഫിക്കറ്റുകളും ദൈവവിളി കേട്ടപ്പോൾ എടുത്ത് തീക്കകത്തിട്ട് കത്തിച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരുണ്ട്. അതുപോലെയാണ് എലീശ ചെയ്തത്. തിരിച്ചു വന്ന് പത്രോസിനെ പോലെ എങ്ങാനും തിരിച്ച് വീണ്ടും വന്ന് ഈ കാള കൊണ്ട് പൂട്ടി ജീവിക്കാനല്ല. ഇനി ഒരു കാലത്തും വന്നാൽ ഒരു കാള എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങിയാൽ ഇറങ്ങിയതാണ്. ചിലരുടെയൊക്കെ ഡിസിഷൻ ഭയങ്കരമാണ്. ചിലരുടെയൊക്കെ വിശ്വാസം നമ്മളെ ഞെട്ടിപ്പിച്ച് കളയും. ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 4-5 കാള ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയിട്ട് വരും, ഇടയ്ക്കിടയ്ക്ക് വന്ന് പൂട്ടാം എന്ന് പറഞ്ഞ് പതിനെണ്ണത്തിന് അവിടെ ഒരു സൈഡിൽ കുറ്റിയടിച്ച് നിർത്തി അപ്പനെ അപ്പനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇതൊന്നും എൻ്റെതാണ്, ഒറ്റ എണ്ണം എടുക്കരുത്, തുടരുത്, ഞാൻ തിരിച്ചെപ്പോഴെങ്കിലും വരുമ്പോൾ എനിക്കിവിടെ കാണണമെന്ന് പറഞ്ഞ് പ്രമാണം എല്ലാം കൂടെ പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിട്ട് പോയത്. പക്ഷേ കർത്താവ് വിളിച്ച് വേർതിരിച്ചപ്പോൾ എലീശ ചെയ്തത് തനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ
തൻ്റേതായിട്ടുള്ളതെല്ലാം എടുത്ത് ഒരു ഹനന യാഗം തന്നെ നടത്തി എന്നേക്കുമായി ടാറ്റ പറഞ്ഞു. ബന്ധുക്കളോട്, ചാർച്ചക്കാരോട്, ഉഴവുകാരോട്, എല്ലാവരോടും. എൻ്റെ ലെവല് മാറി. കഴിഞ്ഞ നാള് വരെ ഞാൻ കൂട്ടുന്നവനായിരുന്നു. ഇനി നോക്കിക്കോ, ഇസ്രായേൽ രാജ്യത്തെ ഞാൻ ഉഴുവാൻ പോകും. ഞാൻ ഇനി രാജകൊട്ടാരത്തിനകത്ത് കയറി മെതിക്കാൻ പോവുക. ഞാൻ രാജ്യങ്ങളെ മെതിക്കാൻ പോവുക. ഞാനിനി തിരിച്ചു വരത്തില്ല. Praise the Lord. ഞാനിനി പഴയതിലോട്ട് വരത്തില്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് വലുതെന്ന് കാണുന്ന പലതും ഞാൻ ദൈവനാമത്തിൽ ഉപേക്ഷിക്കുന്നു. ചപ്പെന്നും ചവറെന്നും എണ്ണിക്കളയുന്നു. പൗലോസിനെ പോലെ എലീശ ചെയ്തു. ഒന്നുമില്ല, എല്ലാം എടുത്ത് കത്തിച്ചാണ്. എന്തോ ഭയങ്കര ഫെയ്ത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഉള്ളവരെയാണ് ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ശുശ്രൂഷകരായി ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ പിടിച്ചു വെക്കുന്നവരെയല്ല, എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി സകലത്തെയും എടുത്തു കളഞ്ഞിട്ട് എലീശ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. ആ എലീശയാണ് ഈ ഏലിയാവിന് പുറകെ പോയി. ഏലിയ പറഞ്ഞു, പദപ്പെട്ടു, എൻ്റെ ജോലി കഴിഞ്ഞു, നിന്നെ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കും. വീണ്ടും കർത്താവിൻ്റെ ദാസനെ ഏലിയാവിനെ ഫോളോ ചെയ്യുക. ഏലിയാവ് എവിടെ പോയാലും ആ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഉടനെ വെള്ളം കൊണ്ട്, ഒരു കിണ്ടി വെള്ളം കൊണ്ട് ചെന്ന് കൈ കഴുകാൻ വേണ്ടി നിൽക്കുക. അതാണ് എലീശയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തനും പ്രവാചകനുമായി ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചവൻ. നിന്ന് പകൽക്കാലം ഞാൻ നിന്നോടൊരു ദൂത് പറയാം, നീ അതിൽ നാണിക്കരുത്. നിന്നെ ദൈവം വിളിച്ച്. കഴിഞ്ഞ ദിവസം അനീ ജോർജ് എന്ന് പറഞ്ഞ ദൈവദാസന്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത്, മാർത്തമയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പോയപ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു, മോനെ നീ ഇനി വാ, വലിയൊരു ശുശ്രൂഷ നിനക്കുണ്ട്. പക്ഷേ നീ എവിടെയെങ്കിലും പോയാൽ ഹല്ലേലൂയ അവിടെ കർത്താവിന് വേണ്ടി വിശ്വസ്തനായി നിൽക്കുക. മാത്രമല്ല, ആരംഭ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയ്ക്ക് ചെയ്ത് നീ നടക്കണം. അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും നീ അതിൽ നാണിക്കാതെ നീ അവരെ അഭിഷേകത്തെ നോക്കി നടന്നാൽ നീ ഒരു നാളിൽ വലിയവനായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. എലീശയെ നോക്കി നമ്മൾ പഠിക്കണം. പുതപ്പ് വീണു, അതുകൊണ്ട് തൃപ്തനല്ല. എലീശ പറഞ്ഞു, ഞാൻ നിന്നെ ഫോളോ ചെയ്യും. എവിടെ ചെന്നാലും കൈക്ക് വെള്ളവുമായിട്ട് അങ്ങനെ നടക്കുക. കണ്ട് നിന്ന മറ്റുള്ളവർ പറഞ്ഞു, നിനക്ക് വേറെ ജോലിയില്ല. ഹല്ലേലൂയ. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ഈ ഏലിയാവിന്റെ അകത്ത് എന്ത് അഭിഷേകമാണുള്ളത്? നിനക്ക് മെന്റലാണോ? ഞങ്ങളൊക്കെ അവനെ വിട്ടുകളഞ്ഞു, നീ അവനെ വിട്ടുകളാ. എലീശ പറഞ്ഞു, മിണ്ടരുത്, ശബ്ദിച്ചു പോകരുത്. നിങ്ങൾ കണ്ടത് അവന്റെ ഭൗതിക നന്മകളാണ്, ഞാൻ കാണുന്നത് അവന്റെ അകത്തുള്ള അഭിഷേകമാണ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ കയ്യിലുള്ളതിനെ, ഏലിയാവിന്റെ കയ്യിലുള്ള പണത്തെ, ഏലിയാവിന്റെ ആശ്രമങ്ങളെ, ഏലിയാവിന്റെ സംഘടനയെ, ഏലിയാവിന്റെ സഭയെ, ഏലിയാവിന്റെ ഹല്ലേലൂയ ഒന്നിനെ എനിക്ക് വേണ്ട. ഏലിയാവിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, 50 പേര് വെച്ച് അവരോട് പറഞ്ഞു, എലീശ പറഞ്ഞു, നിങ്ങൾ ഗിൽഗാലിലുള്ള ആശ്രമം അല്ലെങ്കിൽ അവിടുത്തെ ട്രെയിനിങ് സെന്റർ നിങ്ങൾ എടുത്തോ. എരിഹോമിലുള്ള ട്രെയിനിങ് സെന്റർ നിങ്ങൾ എടുത്തോ. യോർദാനിലുള്ളത് നിങ്ങൾ എടുത്തോ. എല്ലാ സ്ഥലത്തും ഏലിയാവിന് സ്വന്തമായിട്ടുള്ള വസ്തുവും വകയും പ്രയർ ടവറും ട്രെയിനിങ് സെന്ററും ചർച്ചും ഒക്കെ നിങ്ങൾ എടുത്തോ. കാരണം എലീശയ്ക്ക് അറിയാം, അഭിഷേകം ഇല്ലെങ്കിൽ ഇതൊന്നും ഓടത്തില്ല. വസ്തുവും വകയും ട്രെയിനിങ് സെന്ററും സംഘടനയും ചർച്ചും ഒക്കെ വിട്ടുകൊടുത്ത കുഴപ്പമല്ല. കാരണം ദൈവശക്തി ഇല്ലാതെ ഇതൊന്നും കിട്ടിയിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ കൊണ്ട് നടന്ന അവസാനം ശൂന്യമാകും. അതുകൊണ്ട് എലീശ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളെടുത്തോ, പക്ഷെ എനിക്ക് ഏലിയാവിന് മതി. എനിക്ക് വസ്തു വേണ്ട, വീട് വേണ്ട, സ്ഥലം വേണ്ട, കാറ് വേണ്ട, എനിക്ക് സംഘടന വേണ്ട, സഭ വേണ്ട. ഇപ്പൊ നോക്കണം, എന്താ മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവൻ, ലോജിക്കുള്ളവൻ എന്താ തിരഞ്ഞെടുക്കുന്നത്? ഏതെങ്കിലും പാഷന്മാരെ പറയാൻ ആരെങ്കിലും മണ്ടന്മാരല്ലേ പോകും? പാഷന്മാരെ ആരെങ്കിലും മാനിക്കുകയോ സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ? പാഷന്മാരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലേ പ്രാധാന്യമുണ്ട്. സ്ഥലമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന് ഉണ്ട്, ഇത് ഗിൽഗാലിലുണ്ട്, യെരിഹോമിലുണ്ട്, യോർദാനിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ പ്രയർ ടവർ ഉണ്ട്, ട്രെയിനിങ് സെന്റർ ഉണ്ട്, ചർച്ചുണ്ട്. മറ്റു കൂടെ നിന്നവരെ എല്ലാം അടിച്ചു മണ്ടന്മാരാ. ഹല്ലേലൂയ, സ്തോത്രം. അവർ പറഞ്ഞു ഏലിയാവിൻ്റെ ശുശ്രൂഷയിൽ പോയി എല്ലാം പോയി. പക്ഷെ ഒരുത്തന് ഭയങ്കര ബുദ്ധി, നിങ്ങളിതെല്ലാം എടുത്തോ, പക്ഷേ എനിക്ക് ഏലിയാവിന് വേണം. ഹല്ലേലൂയ. കാരണം എലീശ പറഞ്ഞു, ഒരിക്കൽ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തീയിറക്കി 550 വെട്ടി. ഹല്ലേലൂയ. ആഹാബിനെ വെല്ലുവിളിച്ച്, രാജ്യത്തിനെ വെല്ലുവിളിച്ച്, ഇസബേലിനെ വെല്ലുവിളിച്ച അസാമാന്യ ധൈര്യശാലിയും ഭയങ്കരമായ ഏലിയാവിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഈ അഭിഷേകം എനിക്ക് വേണം. ഏലിയ പറഞ്ഞ്, എരിഹോമിൽ പോയാ നീ പോ, വീട്ടില് ഞാൻ ഗിൽഗാലിലോട്ട് പോകാം, നീ പോ. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തനായ എലീശ പറഞ്ഞു, ഞാൻ ഒരിടത്തും പോകുന്നില്ല. നീ പിന്നെ നിനക്കെന്ത് വേണം? എനിക്ക് ഇരട്ടി പങ്ക് വേണം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും, അതാ ഷിനോജിനെ പറഞ്ഞത്, ആ ഷിനു അല്ല ജിനു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് ഈ നമ്മുടെ നിർമ്മങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിതീഷ്, ശ്രീജിത്ത്, പല വ്യക്തികളെ എനിക്കറിയാം. നമ്മുടെ 12 വർഷത്തെ എൻ്റെ മീറ്റിങ്ങിന് ഈ ഇവിടുത്തെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ചില അപൂർവമായ ചിലരൊക്കെ പെട്ടെന്ന് ശുശ്രൂഷകരായി പുറത്തു വരാൻ കാരണം ഇതേപോലെയുള്ള ഒരു വെളിപ്പാട് അവരുടെ അകത്തുള്ളതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് വേറൊന്നും വേണ്ട. എല്ലാ മീറ്റിംഗ് കഴിയുമ്പോഴും ഒരു മീറ്റിംഗ് പോലും വിടാതെ ഓടി വന്ന് കൈവപ്പ് പ്രാപിച്ചുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നെടുമങ്ങാടുകാർ ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം ആരാധന കഴിഞ്ഞ് പോകും, പക്ഷേ അവരാരും വരുന്നത് ഈ ആരാധന മെസ്സേജ് കേൾക്കാനല്ല. അവർ പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ടേ പോകും. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും സ്പെഷ്യൽ മീറ്റിംഗുകൾ ഉണ്ടെങ്കിൽ ഉടനെ അവർ വിളിക്കും നമ്മളെ, പക്ഷേ മീറ്റിങ്ങിന് കൊണ്ട് പ്രാർത്ഥിക്കണം. ചിലരുടെ ക്വാളിറ്റി വ്യത്യസ്തമാണ്. പലരും പലത് തിരഞ്ഞെടുക്കുമ്പോൾ ചിലർ തിരഞ്ഞെടുക്കുന്നത് അവർ അഭിഷേകത്തിന് വാല്യൂ കൊടുക്കും, പരിശുദ്ധാത്മാവിന് വാല്യൂ കൊടുക്കും. ദൈവദാസന്മാർക്ക് ഒരു കാര്യം ചെയ്യുന്നതിൽ അവർ സന്തോഷിക്കും, അവർ അതിന് വാല്യൂ കൊടുക്കും. കാരണം ഒരു അനോയിന്റിംഗ് ഉണ്ട്, ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകം പണം കൊടുത്താൽ കിട്ടത്തില്ല, ദ്രവ്യം കൊടുത്താൽ കിട്ടത്തില്ല. ഇത് ഓണർ കൊടുത്താലേ കിട്ടൂ, ഇത് റെസ്പെക്ട് കൊടുത്താലേ കിട്ടൂ. 50 വെച്ച് 150 ശിഷ്യന്മാരും ഏലിയാവിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മാത്രം യോർദാനും കഴിഞ്ഞ് പലപ്പോഴും ആട്ടി ഓടിച്ചിട്ടും ആട്ടി ഓടിച്ചിട്ട് ഏലിയാവ് ആട്ടി ഓടിച്ചു. പക്ഷെ എലീശ പറഞ്ഞില്ല, എനിക്കൊരു ഇരട്ടി പങ്ക് വേണം. അഭിഷേകത്തിന് വേണ്ടി ഒരു കൊതി നിങ്ങൾക്കകത്തുണ്ട്. ദൈവം നിന്നെ ആദ്യം പറഞ്ഞില്ലേ, ദൂത് നിന്റെ കൂടെ ഞാൻ ചേർന്നിരിക്കും, നിന്റെ കൂടെ ഞാൻ നടക്കും, ഞാൻ നിന്നെ വിട്ടു പിരിയാതിരിക്കും. ഇതാരെയാണെന്നറിയാമോ? അഭിഷേകത്തിന് കൊതിയുള്ളവനെ, ആത്മനിറവിൽ കൊതിയുള്ളവനെ, നീന്തിയാൽ കടപ്പാൻ വയ്യാത്ത ഒരു അഭിഷേകം എനിക്ക് വേണമപ്പാ. എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര ചീത്ത പറഞ്ഞാലും, എത്ര ആട്ടി ഓടിച്ചാലും പോകാതെ ഒരു ജോൺ താരു എന്ന് പറഞ്ഞ ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഭയിലുള്ളൊരു പയ്യൻ അവനൊരു ലവ് അഫെയറിൽ പെട്ട് അവനെ പുറത്താക്കി. ദൈവത്തിൻ്റെ അഭിഷേകം പുറത്താക്കിയിട്ടും പുള്ളി പോയില്ല. ഒരു 5-6 മാസം പട്ടികൾ വന്ന് നായ്ക്കളെ പോലെ, ഒരു വിലയില്ല, ഒരു മാന്യതയില്ല, മൈൻഡ് പോലും ചെയ്യത്തില്ല ആ ദൈവദാസൻ. പക്ഷെ അവൻ പറഞ്ഞു, ഞാനും പോകത്തില്ല. 5-6 ഇത്രയും മാസങ്ങൾ, വർഷങ്ങൾ, ഒരു വർഷം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എങ്ങനെ ആട്ടി ഓടിച്ചാലും മൈൻഡ് ചെയ്തില്ലെങ്കിലും ആ പുള്ളി എത്ര വഴക്കുറഞ്ഞാലും പുള്ളി അങ്ങനെ. പക്ഷേ ഇന്ന് അവൻ ശക്തനായി മീഡിയ മിനിഷിക്കകത്ത് കയറി. ഹല്ലേലൂയ. ഒരിക്കലൊരു നെടുമങ്ങാട് ചർച്ചിൽ ഒരു മെസ്സേജ് കൊടുത്ത് ഞാനൊരു നമ്മുടെ ചർച്ചിൽ ആ മെസ്സേജിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നെടുമങ്ങാട് ചർച്ചിലെ ആരംഭത്തിൽ ഒരാളിനെ ഞാൻ എന്ത് ചെയ്തു, മെസ്സേജ് കൊടുത്തു. സ്റ്റേജിൽ കയറിയപ്പോൾ അഹങ്കാരം കയറി എന്തൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെക്കാളും വലിയ സംഭവമൊക്കെ ആക്കി. ഞാൻ അന്ന് പറഞ്ഞ് ഇവൻ്റെ പരിപാടി തീർന്നു. പക്ഷേ വേറെ ആരെങ്കിലും ആണെങ്കിൽ
സഭയിൽ വരത്തില്ല. പുള്ളി വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞങ്ങൾക്ക് മുമ്പ്, എനിക്ക് മുമ്പ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആളാണ്. പക്ഷേ ആ പുള്ളിയെ ശുശ്രൂഷയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി. ഇനി അവനെ ശുശ്രൂഷ കയറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച അടുത്ത ആഴ്ച പരിപാടി തീർന്നു, അവൻ വരുന്നില്ല. ഇന്നും ആ പുള്ളി വന്നോണ്ടിരിക്കും. ഹല്ലേലൂയ. ആ പുള്ളിയുടെ പ്രത്യേകത എന്താ? ഞങ്ങൾ അങ്ങോട്ട് പുള്ളിയോട് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ശുശ്രൂഷയ്ക്ക് കയറി. ശുശ്രൂഷ കൊടുത്തു. ശുശ്രൂഷയ്ക്ക് ബ്രദർ കയറ്, പ്രസംഗിക്ക്. പുള്ളി ഇതുവരെ കയറിയില്ല. ഹല്ലേലൂയ. സഭ വിട്ടുപോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ബലാത്കാരേണ അഭിഷേകത്തിന് വേണ്ടി നിൽക്കും. അവർ വിട്ടുമാറത്തില്ല, വിട്ടുപോകത്തില്ല. ഒരു സഹോദരൻ, വേറൊരു അഭിഷേകത്തിൻ്റെ ഒരു ഭാഷ, അദ്ദേഹം ഇന്ന് ശക്തനായ നമ്മുടെ സഭയിൽ അവരുണ്ട്. ഞാനൊരു ദിവസം ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഇതുകൊണ്ട് നിങ്ങൾ മീറ്റിംഗ് ശുശ്രൂഷ തീർന്നു, ഇനി വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു, പലരും ഒരു വാക്ക് പറഞ്ഞപ്പോൾ പിണങ്ങി പോയിട്ടുണ്ട്. പ്രൈസ്. പക്ഷേ അദ്ദേഹം എന്നെ കാണാൻ വന്നു, വീട്ടിൽ വന്ന് കണ്ട് ക്ഷമ ചോദിച്ച് ഇന്ന് ശക്തനായ ശുശ്രൂഷകൻ. പ്രൈസ്. ചിലരെ ഒരു വാക്ക് പറയാൻ വേണ്ടി അവർ കാത്തിരിക്കും, പിന്നെ അവരെ കാണത്തില്ല. പക്ഷെ ചിലരെ എത്ര ശാസിച്ചാലും, എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര ആട്ടി ഓടിച്ചാലും അവരെന്ത് ചെയ്യുന്നറിയാമോ? വിടാതെ പിന്തുടരും. അവർക്കറിയാം, ഒരു നാളിലൊരു കൈവപ്പ് വരും, ഒരു നാളിലൊരു ആത്മനിറവുണ്ടാകും, ഒരു നാളിലൊരു ഇമ്പാർട്ടേഷൻ വരും, ഒരു നാളിലൊരു ദൈവശക്തി റിലീസാകും. ആ അഭിഷേകം എൻ്റെ ജീവിതത്തെ മാറ്റും. ആ അഭിഷേകം എൻ്റെ ലൈഫിലെ ഇല്ലായ്മകളെ, കുറവുകളെ, എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ, മരണങ്ങളെ, ആക്സിഡന്റുകളെ, എൻ്റെ ജീവിതത്തിലെ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ഈ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ യോർദാൻ കടക്കുമ്പോഴും ഏലിയ പറഞ്ഞു, വരണ്ട, പൊയ്ക്കോ. നിരുത്സാഹം, പൊയ്ക്കോ. താല്പര്യമല്ല ഏലിയാവിന്. പക്ഷേ എലീശ പറഞ്ഞു, പോവത്തില്ല. ഹല്ലേലൂയ. ഒരടി അടിച്ചു, യോർദാൻ വഴിമാറി. അക്കരെ ചെന്നപ്പോൾ ഒരു അഗ്നിരഥം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അഗ്നിരഥം ഇറങ്ങി വരികയാണ്. ആരെ കൊണ്ടുപോകാൻ? ഏലിയാവിനെ കൊണ്ടുപോകാൻ. ഏറ്റവും വെയിറ്റുള്ള സാധനങ്ങൾ എപ്പോഴും താഴോട്ട് വരും. ഏറ്റവും വെയിറ്റ് കുറഞ്ഞത് കാറ്റ് വരുമ്പോൾ പറന്നു പോയി. ഏലിയാവ് പക്ഷേ അഗ്നിനിരയത്തിൽ കയറിപ്പോയി. പക്ഷെ വെയിറ്റ് ഇല്ലാത്ത പുതപ്പ് മുകളിലോട്ട് പോയില്ല, താഴോട്ട് വന്നു. കാരണം അന്വേഷിച്ച് പിന്തുടർന്ന് ബലാത്കാരേണ എനിക്ക് ഈ ഇരട്ടി പങ്ക് വേണമെന്ന് ആഗ്രഹിച്ചവന് അവൻ അത് പ്രാപിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവന്റെ ആഗ്രഹത്തെ കണ്ടു. സ്വർഗത്തിലെ ദൈവം അവന്റെ ആ ആഗ്രഹത്തെ കണ്ടതുപോലെ ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ അഭിഷേകത്തിന് വില കൊടുക്കാൻ? എലീശയുടെ